കംപ്ലീറ്റ് ചെയ്തു. അപ്പോ കുറച്ച് വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അല്ലെ. കുറച്ച് അത്യാവശ്യം ഒന്ന് ചെയ്ത് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ആൾജിബ്രായിക് ഐഡന്റിറ്റീസ് നിങ്ങളോട് പഠിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഓൾറെഡി നിങ്ങൾ ലാസ്റ്റ് ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ആൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. എങ്കിലും അതൊന്ന് റിവൈസ് ചെയ്ത് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും പഠിച്ചിട്ടുണ്ടാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പഠിച്ചിട്ടില്ലേ? ഞാൻ പറയുന്ന ക്ലിയർ അല്ലേ? സൗണ്ട് ഒക്കെ ചെറുതായിട്ട് കട്ടായി പോയിരിക്കുകയാണ് എൻ്റെ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണേ. പറയണ തിരിയണ്ട, മൂക്കും കൊണ്ടാണ് സംസാരിക്കണത്. അത് എനിക്ക് എന്തോ ഫീൽ ചെയ്യണ്ട. അപ്പൊ നിങ്ങൾക്ക് ഇനി ഓക്കെ അല്ലേ? പറയണ കാര്യം ക്ലിയർ ആവണുണ്ടല്ലോ? യെസ്, ഓക്കെ ആണ്. ഞാൻ പിന്നെ ക്ലാസ് കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ ആൾജിബ്രായിക് ഐഡന്റിറ്റീസ് നമുക്കൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാം. സോ ആൾജിബ്രായിക് ഐഡന്റിറ്റീസ് എല്ലാവരും ഇപ്പൊ തന്നെ പഠിക്കുക. കാരണം ഇത് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രോബ്ലംസ് ഇവിടെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചപ്പോ അത്യാവശ്യം എല്ലാവരും നല്ല രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും നമുക്കൊന്നുകൂടി ചെയ്ത് നോക്കാം അല്ലേ? ഓക്കെ ആണോ? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ഇതെല്ലാം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. A minus b the whole square is equal to a square minus 2ab plus b square, and a square minus b square is equal to a plus b into a minus b. ഇത്രയും വരെ എല്ലാവർക്കും ഓക്കെ ആയിരിക്കും അല്ലെ? ദെൻ ലാസ്റ്റ് വൺ എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി. ജസ്റ്റ് നിങ്ങൾക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ബൈ ഹാർട്ട് അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ബട്ട് ബൈ ഹാർട്ട് അറിയാമെന്നുണ്ടെങ്കിൽ നല്ലതാണ്. എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ഇൻറ്റു ബി. അതായത് ഇവന്മാര് രണ്ടുപേരെയും പ്രോഡക്റ്റ് ആയിരിക്കും ലാസ്റ്റ് വരുന്നത്. ഇവന്മാര് രണ്ടുപേരെയും ആഡ് ചെയ്തതായിരിക്കും മിഡിൽ ടേം ആയിട്ട് വരുന്നത് എന്നുള്ള ഒരൊറ്റ ലോജിക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? പഠിച്ചു കഴിഞ്ഞവരപ്പൊ വേഗം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തോ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. വേഗം ആയിക്കോട്ടെ. യെസ്, ഓക്കെ സാറേ. അപ്പൊ നമുക്ക് വേഗം ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് റാൻഡം ആയിട്ടും ചോദിക്കാം എന്തായാലും. സോ ഫസ്റ്റ് ആരാണ് പറയുന്നത്? അദ്വൈത്, നീ എന്നെ കൊണ്ട് ലാസ്റ്റ് ക്ലാസ്സിൽ പാട്ട് പാടിച്ചില്ലേ? ആരും കേട്ടിട്ടില്ല. പക്ഷെ അതിവിടെ വൈറലായിട്ടുണ്ട്. എനിക്കത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി. ഞാൻ അറിഞ്ഞില്ല സാർ അത് റെക്കോർഡ് ചെയ്യുന്നുള്ള കാര്യം. അത് വെച്ച് എന്നെ ഇവിടെ ഭീഷണിപ്പെടുത്തുന്നവർ വരെ ഉണ്ട്. ഓക്കെ, അതിനൊറ്റ ഒരുത്തരാണ് കാരണം. ദാറ്റ് ഈസ് അദ്വൈത് ഷിബു. ഞാൻ മറക്കില്ലടാ. പറഞ്ഞോ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. A square plus 2ab plus b square. Plus b square. Okay, then next എടുത്ത ആള്. അർച്ചന പറയടാ. A minus b the whole square. A square minus 2ab plus b square. Okay, മിടുക്കി. The next മുഹമ്മദ് ഫഹീം പറഞ്ഞോടാ കൂട്ടാ. A plus b into a minus b. A plus b into a minus b. Minus a. എടാ ഓടിക്കും ഞാൻ. ഇപ്പൊ എഴുതി പഠിപ്പിക്കും ഞാൻ. എ പ്ലസ് ബി സ്ക്വയർ. എന്താ ഞാൻ ചോദിച്ചത്? എ സ്ക്വയർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ? ഒന്നുകൂടി നോക്കിയേ, വേഗാവട്ടെ. സാറേ അടുത്ത ആൾ മ്യൂട്ട് ചെയ്തോ. പ്രണവ് മ്യൂട്ട് ചെയ്യടാ. പറഞ്ഞ പോലെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. കൊടുത്തല്ല സാർ ഇമ്പോസിഷൻ എന്താ അല്ലേ? തിരിച്ചു ചോദിച്ചാ പോയാ നിങ്ങൾക്ക് എങ്ങനെയാണാ? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്താ? 2ab into b square ആണോ? പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പൊ ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് വെച്ചാൽ എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലെ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. കേട്ടാ, തെറ്റിക്കരുത് കേട്ടാ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ആള് രാഹുൽ പറയടാ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ.
A square minus B square. A plus B into A minus B. Okay, Devnarayanan. A plus B the whole square. A square plus 2AB plus B square. Yes, next അടുത്ത ആള് Ivana. Ivana. A minus B the whole square. A minus b the whole square is equal to a square minus 2ab plus b square. Yes, then next അടുത്ത ആള് Amina. A square minus B square. പറഞ്ഞ മോളെ. A plus B into A minus B. A minus B. ചേച്ചി കറക്റ്റ് ആൻസർ ആണോ പറയണെന്ന് അറിയാൻ വേണ്ടി അല്ലേ അനിയനെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ആള് Next. തനു. കണ്ടിട്ട് കുറെ നാളായി. നമ്മളെ മാവേലിയാണ് സാറേ. 2 ക്ലാസ്സിലില്ലെങ്കിൽ 1 ക്ലാസ്സിൽ ഉണ്ടാവും. അങ്ങനെയാണ് അല്ലെ തനു? ഏ എവിടെ പോയി? കർണാടക. യെസ്, A plus B into A minus B. നടന്നോട്ടാ. A plus B into A minus B. A square minus B square. A square minus B square. Okay, the next sir റാൻഡ് ആയിട്ടൊന്ന് വിളിച്ചേ. Next. Divina. Yes, Divina. Unmute ചെയ്തോടാ. A plus B into A minus B. A square minus b square. Okay, then next അടുത്ത ആള് Kesia. കെസിയ. യെസ്, കെസിയ. എല്ലാ ഐഡന്റിറ്റീസ് ഒന്ന് ഓടിച്ചു പറഞ്ഞേ. ഓ മൈ ഗാഡ്, അങ്ങനെ പറയല്ലേ. ഷെടാ, സുവർണ അവസരം കിട്ടിയത് കെസിയക്കല്ലേ എല്ലാം പറയാനുള്ള. അപ്പൊ എന്ത് ചെയ്യും? A square minus B square equals A plus B into A minus B. ആ പിന്നെ A square minus 2AB plus B. ആ A square plus 2AB minus B. ബി അല്ല, ബി സ്ക്വയർ അല്ലേ? square. ശരിക്കും പഠിച്ചിട്ടില്ല. വേഗം പഠിച്ചോ. ഇക്വേഷൻ പഠിച്ച് ഞാൻ ക്ലാസ് കഴിഞ്ഞേക്കുമ്പോ ഒന്നുകൂടി ചോദിക്കും. സാറിന് നോട്ട് ചെയ്ത് വെച്ചോട്ടാ. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഞാൻ ഈ ഐഡന്റിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി ആൾജിബ്രായിക് എക്സ്പ്രഷനിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. എങ്കിലും കുറച്ച് കാര്യങ്ങൾ ആദ്യം ചെയ്യിക്കാം. കാരണം അതിന്റെ ഇടക്ക് ഒരു ഇടി നമ്മൾ തമ്മിൽ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി ആദ്യമേ ഞാൻ അല്ലേ എന്റെ ഭാഗങ്ങളൊന്ന് ക്ലിയർ ആയത് വെക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ബേസിക്സ് ആണ് പറയാൻ പോണത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാൻ പറ്റും. ചെയ്തു പൊക്കോ, അതിലൊന്നും യാതൊരു കുഴപ്പമില്ല. അപ്പൊ അതേ ഫസ്റ്റ് കുറേശ്ശെ അതായത് ഇത് എങ്ങനെ വരും എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഇത് പറയുവാണ്. ഞാൻ A ഇട്ടിട്ട് ഹോൾ ബ്രാക്കറ്റ് ഇട്ട് സ്ക്വയർ ചെയ്തു. ഇത് നമുക്ക് എന്ത് വിളിക്കാം? A 2 ടൈംസ് വരുന്നുണ്ടെന്നാണ് അതിന്റെ മീനിങ് അല്ലെ. അതായത് A സ്ക്വയർ എന്ന് വിളിക്കാം. ശരിയാണോ പറഞ്ഞത്? ഓക്കെ ആണല്ലോ. ഇനി ഇതേപോലെ ഞാൻ സെക്കൻഡ് വൺ ഞാൻ എക്സ് ഇട്ടു. എക്സിന്റെ മുകളിലായിട്ടത് എക്സ് ബ്രാക്കറ്റിലിട്ട് 2 ഇട്ടു. അതിന്റെ മീനിങ് എന്താ? എക്സ് 2 ടൈംസ് വരുന്നുണ്ട്. സോ എക്സ് സ്ക്വയർ എന്നാണ് അതിന്റെ മീനിങ്. ശരിയല്ലേ പറഞ്ഞത്? ദെൻ നെക്സ്റ്റ് വൺ ഞാൻ എക്സ് ഇൻറ്റു വൈ എന്ന് എഴുതി. എക്സ് ഇൻറ്റു വൈനെ നമുക്ക് എങ്ങനെ എഴുതാം? സാർ എടുത്ത് അൺമ്യൂട്ട് ചെയ്തോ. Next. Nathan. നദാനെ കൂട്ടാ പറയട്ടെ. എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് വൈ ആണ്, യാതൊരു ഡൗട്ടും ഇല്ല. ദെൻ നെക്സ്റ്റ് വൺ അങ്ങനെയാണെങ്കിൽ 4 ഇൻറ്റു എക്സ്. 4 ഇൻറ്റു എക്സ് നമുക്ക് എന്ത് എഴുതാം? ദേവ് കൃഷ്ണ, എക്സ് 4 ഇൻറ്റു എക്സ് എങ്ങനെ എഴുതാം? 4x എന്ന് എഴുതാം. മിടുക്കൻ. ഫിഫ്ത് വൺ 2 ഇൻറ്റു 5 ഇൻറ്റു എക്സ് എങ്ങനെ എഴുതാം? വൈഗ 2 ഇൻറ്റു 5 ഇൻറ്റു എക്സ് 10x. അതായത് ആദ്യം എന്ത് ചെയ്യണം? 2 ഇൻറ്റു 5 10 ചെയ്യണം. ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ 10x ചെയ്യണം. മിടുക്കി. ദെൻ നെക്സ്റ്റ് അടുത്ത ആള് Shreyas. ശ്രേയസ്. നെഗറ്റീവ് 2 ഇൻറ്റു 1 ഇൻറ്റു എക്സ് എന്ത് വരും ശ്രേയസേ? നെഗറ്റീവ് 2x അല്ലെ. നെഗറ്റീവ് ഒരെണ്ണം വന്നിട്ടുള്ളൂ. സോ നെഗറ്റീവ് ഇടാം. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് വന്നാലാണ് പോസിറ്റീവ് ആയി പോണത് അല്ലെ. അപ്പൊ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് കിട്ടും. ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എക്സ് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്ത ആൾ അൺമ്യൂട്ട് ചെയ്തോ. എക്സ് ഇൻറ്റു 3y. എക്സ് ഇൻറ്റു 3y എന്ത് വരും? അലൻ 3yx അല്ലെ. 3xy എന്നൊക്കെ എഴുതിയാൽ കുഴപ്പമില്ല. ഓക്കെ ആണ്. ദെൻ നെക്സ്റ്റ് വൺ 2a the whole square. 2a the whole square എന്ത് വരും? കാത്തറിൻ 2a the whole square എങ്ങനെ എഴുതാം മോളെ?
2a² അല്ല. 2a the whole square, that is 2a കഴിഞ്ഞ് ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് 2a വന്നിരിക്കുന്നത്, ശരിയല്ലേ? അതായത് ആ സ്ക്വയർ 2വിനും ബാധകമാണ് എക്കും ബാധകമാണ്. മനസ്സിലായ പറഞ്ഞത്? 2വിനെയും എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം, എനെയും സ്ക്വയർ ചെയ്യണം. ദാറ്റ് ഇസ് 2² into a² എന്നല്ല വരിക. 2² എന്ന് വെച്ചാൽ 4 ആണെന്ന് അറിയാം, a² എന്ന് വെച്ചാൽ a² ഉണ്ട്. ദാറ്റ് ഇസ് 2a the whole square എന്ന് പറഞ്ഞാൽ 4a² ആണ്. ക്ലിയർ ആണ് പറഞ്ഞത്? കാരണം ഇതങ്ങോട്ടേക്ക് ഇനി എല്ലാത്തിലും വരുന്ന കാര്യമാണ്, മക്കളെ തെറ്റിക്കാതിരിക്കാനാണ് ആദ്യമേ തന്നെ ഞാൻ മുൻകൂർ ജാമ്യം എടുത്ത് വെക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് വൺ ആര് പറയും? 7b the whole square. ആര് പറയും സാറേ? ആൻ കുട്ടാ പറയടാ. 7b the whole square. ഇവിടെ ഭയങ്കര കാൽക്കുലേഷനിലാണ് അല്ലേ? പറഞ്ഞോ. 7b the whole square. 49b². യാതൊരു സംശയം വേണ്ട. 7a സ്ക്വയർ ചെയ്യണം, bനെ സ്ക്വയർ ചെയ്യണം. അപ്പൊ എന്തായി? 7ന്റെ സ്ക്വയർ 49 ആണ്, bയുടെ സ്ക്വയർ b² ആണ്. ക്ലിയർ അല്ലേ പറഞ്ഞത്? Then നെക്സ്റ്റ് അടുത്ത ആൾ അൺമ്യൂട്ട് ചെയ്തോ സാറേ. -2x the whole square എന്ത് വരും? -2x the whole square. ഡിയോണാ പറയടാ. -4². -2ന്റെ സ്ക്വയറും എക്സിന്റെ സ്ക്വയർ അല്ലേ വരുന്നത്? -2ന്റെ സ്ക്വയർ എന്താ? -2 into -2 എന്തായിരിക്കും? 4 ആയിരിക്കും, ശരിയല്ലേ? അല്ലേ? 4 ആണ് കേട്ടാ. നെഗറ്റീവ് into നെഗറ്റീവ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആയിപ്പോയി. ദാറ്റ് ഇസ് 4 ആണ്. 4x² എന്ന് കിട്ടി. ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ അല്ലെ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ എഴുതണം എന്നുള്ള ചെറിയൊരു ഐഡിയ ഓക്കെ ആയിരിക്കും. എന്താണ്? ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ തെറ്റാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം എല്ലാവർക്കും ക്ലിയർ ആണല്ലോ അല്ലെ? നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, ചെയ്തിട്ടുള്ളതാണ് എനിക്കറിയാം. എങ്കിലും ഞാനത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞു പോയി കഴിയുമ്പോൾ കുറെ പേര് വണ്ടടിച്ചിരിക്കുന്നുണ്ടാവും അല്ലെ? ആ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാനായിട്ടാണ്. ഇതെല്ലാവർക്കും സെറ്റ് ആണല്ലോ? സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എല്ലാവരും ചാടി എണീറ്റേ. ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണെങ്കിൽ വേഗം ഒന്ന് ചാടി എണീക്ക. ചാടി എണീറ്റാ. ഓഫ്, കയ്യും കാലൊക്കെ പിടിച്ചിട്ടാണ്. ചാടി എണീറ്റല്ല? ഉറപ്പല്ലേ? ഉറപ്പാണോ? ഒന്ന് വട്ടം കറങ്ങി വേഗാവട്ടെ. യെസ്, വട്ടം കറങ്ങിയിട്ട് ചാടി ഓടി ഇരുന്നോ. തലക്കൊക്കെ ഒരു അനക്കുണ്ടാവട്ടെ, അല്ലെങ്കിൽ ഉറങ്ങിപ്പോയാല അല്ലേ? ആദ്യദേവ് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ നടക്കും അല്ലെ? ഡാൻസ് ഒക്കെ കളിക്കും. അതല്ലാതെ ദിവസം ഞാൻ ഇവിടുന്ന് ഫെവിക്ക് കൊട്ടിട്ട് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ സെറ്റ് ആണെന്നാണ് എന്റെ മക്കള് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു കാര്യം കൂടെ എഴുതിയിടുകയാണ്. എനിക്ക് വേണ്ടത് a+5 the whole square. a+5 the whole square ആണ്. a+5 the whole square എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് മനസ്സിലായി ഇത് ഏത് ഐഡന്റിറ്റിയുടെ ഫോർമുല കിടക്കുന്നത്? a+b the whole square എന്ന് പറയുന്ന ഐഡന്റിറ്റി ഫോർമുല അല്ലേ കിടക്കുന്നത് അല്ലെ? അതായത് എയുടെ പൊസിഷനിൽ a തന്നെയാണ്, ബിയുടെ പൊസിഷനിൽ 5 ആണ്, ശരിയല്ലേ? ബിയുടെ പൊസിഷനിൽ 5ഉം എയുടെ പൊസിഷനിൽ എയും ആണ്. അപ്പൊ നമുക്ക് ഇത് ഏത് ഫോർമുല എഴുതാം? a² + 2ab + b². ഈ ഒരു ഫോർമുല എഴുതാൻ പറ്റുമല്ലോ, ശരിയല്ലേ? അപ്പൊ എയുടെ പൊസിഷനിൽ കിടക്കുന്ന ആള് എ തന്നെ ആയതുകൊണ്ട് a² എന്ന് എഴുതി. ഓക്കെ, ദെൻ 2 into എയുടെ പൊസിഷനിൽ എ തന്നെയാണ്, ബിയുടെ പൊസിഷനിൽ 5 ആയതുകൊണ്ട് ×5 എന്ന് എഴുതി. +5². ഇങ്ങനെയല്ലേ വരിക? ഇങ്ങനെയല്ലേ വരുന്നത്? ദാറ്റ് ഈസ് a² + a² തന്നെ എഴുതാം. 2a × 5 എന്ത് എഴുതാൻ പറ്റും? 2a × 5 സാറേ ആരാണ് നെക്സ്റ്റ് പറയുന്നത്? പൗർണമി സാറ് വേറെ എന്തൊക്കെ വിളിക്കാൻ പോകുന്നുട്ടോ. 2a × 5 2a × 5 എന്ത് വിളിക്കും? 2a × 5 എത്ര കിട്ടും? എത്രയാണ്? 2 × 5 10 ആണ്, 10a, ശരിയല്ലേ? 10a + 5² നമുക്ക് എങ്ങനെ എഴുതാം? 25. സംശയാസ്പദമായ സാഹചര്യത്തിൽ മാത്രമാണ് ഞാൻ കണ്ടുമുട്ടിയത്. ഓക്കെ, അപ്പൊ a² + 10a + 25 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അതായത് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ട ഐഡന്റിറ്റി ഏതാണ്? a² + 2ab + b² ആണ്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ അടുത്തൊരെണ്ണം എഴുതി എല്ലാവരും. x +
ടു ദ ഹോൾ സ്ക്വയർ. എക്സ് പ്ലസ് ടു ദ ഹോൾ സ്ക്വയർ. വേഗം ചെയ്തിട്ട് പറ. എക്സ് പ്ലസ് ടു ദ ഹോൾ സ്ക്വയർ. കൊച്ചു ത്രേസ്യ അൺമ്യൂട്ട് ചെയ്ത് പറയടാ. കൊച്ചു ത്രേസ്യ എക്സ്പ്രഷൻ നോക്കി മിസ് എന്നെ കൊണ്ടേ പോവുള്ളൂ. എപ്പോ വിളിക്കുമ്പോഴാണ് ഇതേ എക്സ്പ്രഷൻ ആണ് അല്ലേ കൊച്ചു ത്രേസ്യേ? അനിയത്തിയാണെങ്കിൽ മിസ് ചേച്ചിനൊന്ന് വിളിക്കുന്നു പറഞ്ഞിട്ട് അനിയത്തി എപ്പോഴും അനിയത്തും ഉണ്ടാവും. യെസ് പറഞ്ഞോ. ആ എയുടെ പൊസിഷനില് എക്സ് ആണ്, ബിയുടെ പൊസിഷനില് 2 ആണ്. അപ്പൊ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ യൂസ് ചെയ്യാം. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്താണ്? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഐഡന്റിറ്റി. അപ്പൊ ഒരു കാര്യം ചെയ്തോ, 10 ടൈംസ് വേഗം എഴുതി പഠിച്ചോ. ഐഡന്റിറ്റി പഠിക്കാതെ രക്ഷയില്ല അല്ലേ? എന്താ പഠിക്കണ്ടേന്നാ? ഐഡന്റിറ്റിയാ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എത്രയാണ്? അതിനെ എക്സ്പാൻഡ് ചെയ്ത് പറയാൻ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു a plus b the whole square is equal to dash. അത് ഐഡന്റിറ്റി പഠിക്കാത്തോണ്ടാ കിട്ടാത്തത്. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിനല്ലേ നമ്മൾ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത്. ആണാ? അതൊന്ന് എഴുതി പഠിച്ചേ. ഫുൾ റിലേ പോയാലും ഇരിക്കണ്ടില്ല. ഓൾറെഡി ഹിബ മാം എടുത്തു കഴിഞ്ഞ പോർഷൻ ആണിത്. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. വേഗം എഴുതി പഠിച്ചിട്ട് സാറിനെ കാണിക്കട്ടാ. ഓക്കെ, സെബ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞിട. അപ്പോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോം ആണ്. ദാറ്റ് ഈസ് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ് അല്ലേ? അപ്പൊ എയുടെ പൊസിഷനിൽ എക്സ് ആണ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എ സ്ക്വയർ ആണോ? എക്സ് സ്ക്വയർ പ്ലസ് 2x into 2 പ്ലസ് 2 സ്ക്വയർ ആണല്ലോ. ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് 2 into 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4x പ്ലസ് 4 ഇങ്ങനെ എഴുതാൻ പറ്റിയ? കിട്ടിയ എല്ലാവർക്കും? ഓക്കെ ആണല്ലോ അല്ലെ? ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ മാത്രമേ ഉള്ളൂ. ഇനി ഇതിനെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്നാണ് വിചാരിക്കുക ക്വസ്റ്റ്യൻ. എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഫോർമാറ്റ് ആണ് അല്ലെ? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണെങ്കിൽ നമ്മൾ എന്താ എഴുതുന്നത്? എ സ്ക്വയർ ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എയുടെ പൊസിഷനിൽ എക്സ് ആണ്, ബിയുടെ പൊസിഷനിൽ 1 ആണ്. അവിടെ വീണ്ടും കൊണ്ടേ നെഗറ്റീവ് ഇട്ട് വെക്കരുത് കേട്ടോ. അപ്പൊ മൈനസ് 2x പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1ന്റെ സ്ക്വയർ ആണ്. ഇങ്ങനെയല്ലേ എഴുതിയിട്ടുള്ളത് അല്ലെ? ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2x പ്ലസ് 1 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനിൽ മൈനസ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ശ്രദ്ധിക്കുക. ഏത് ഐഡന്റിറ്റി ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഐഡന്റിറ്റി ആയിരിക്കും. അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ആൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന ടേംസിൽ മൈനസ് ഉണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ നോർമലി ഇത് നിങ്ങള് ആൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. ശരിയല്ലേ? അല്ലെ? ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഒക്കെ വെച്ച് എക്സ്പാൻഡ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇനി ഇതിൽ തന്നെ വെറൈറ്റി ആയിട്ട് ഒരുത്തരുണ്ട് അല്ലേ? ആരാണുള്ളത്? എക്സ് മൈനസ് 9 എന്ന് ഞാനിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുവാണ്. അല്ലെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 9 എന്നൊരു ക്വസ്റ്റ്യൻ തരുവാണ്. എക്സ് സ്ക്വയർ മൈനസ് 9 എന്ന് തന്നാൽ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ 2 ടേംസ് അല്ലേ ഉള്ളൂ അല്ലെ? 2 ടേംസ് ഉള്ളെങ്കിൽ നമുക്ക് അവിടെ ഏത് ഐഡന്റിറ്റി യൂസ് ചെയ്യാം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഐഡന്റിറ്റി യൂസ് ചെയ്യാം. അതേസമയം ഇവിടെ 3 ടേംസ് അല്ലേടാ വന്നിരിക്കുന്നത് അല്ലെ? ഇവിടെ നമ്മൾ ഈ ഐഡന്റിറ്റീസ് ഒക്കെ യൂസ് ചെയ്തപ്പോ 3 ടേംസ് വന്നിട്ടില്ലേ അല്ലെ? പ്ലസ് ഇട്ട് 3 ടേംസ് വന്നിട്ടുണ്ട്. ആ പ്ലസ് ഇട്ട് 3 ടേംസ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് അവിടെ ഏത് ഐഡന്റിറ്റീസ് ഒക്കെ യൂസ് ചെയ്യാം? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറും അതേപോലെ തന്നെ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറും യൂസ് ചെയ്യാം. പറഞ്ഞ കേസുകൾ മനസ്സിലായ? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണെങ്കിലും എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണെങ്കിലും ഇവിടെ എത്ര ടേംസ് വരുന്നുണ്ട്? 3 ടേംസ് വരുന്നുണ്ട്. അതല്ല 2 ടേംസ് ഉള്ളെങ്കിൽ നമുക്ക് ഏത് യൂസ് ചെയ്യാം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ യൂസ് ചെയ്യാം. കാരണം
ഇപ്പൊ നമ്മൾ ചെയ്തതല്ല നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത്, നേരെ തിരിച്ചാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, തിരിച്ചെന്ന് പറഞ്ഞ് ഞാനിവിടെ ഈ റൗണ്ട് ഇട്ട് വെച്ചേക്കണ കാര്യങ്ങളില്ലേ, ഇതാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഫാക്ടറൈസ് എന്ന് പറഞ്ഞ് ചോദിക്കുക. പക്ഷെ ഇങ്ങനെ ചെയ്യാൻ ഒരു ഐഡിയ ഉള്ള ആൾക്ക് മാത്രമേ അതിനെ തിരിച്ച് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫാക്ടറൈസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഈ ഒരു കാര്യം നോർമലി എല്ലാവർക്കും അറിയാൻ പറ്റുമല്ല. എല്ലാവരും ചെയ്ത് കിട്ടിയാ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ പറഞ്ഞു പോയതില്? ഐഡന്റിറ്റീസ് യൂസ് ചെയ്യുന്ന കേസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. കൊച്ചു ത്രേസ്യ കുട്ടി പഠിച്ചു കഴിഞ്ഞാ? ഐഡന്റിറ്റീസ് പഠിക്കാതെ എങ്ങനെ ഇന്ന് എടുക്കുന്ന പ്രോബ്ലംസ് ചെയ്യും? അതാണ് പ്രശ്നം അല്ലേ? അതാണ് ഇന്ന് പഠിച്ചിട്ട് വരാൻ പറഞ്ഞിരുന്നത്. അടി കൊടുക്കണമല്ലോ സാർ ഇവർക്കൊക്കെ അല്ലേ? അടി കൊടുക്കണം എന്നാണ് സാറിന്റെ ഒരു അഭിപ്രായം. യെസ്, നമുക്ക് നോക്കാം. എന്തായാലും ഫാക്ടറൈസ് ചെയ്യാനാണ്. ഫാക്ടറൈസ് ദ ഫോളോയിങ് കേട്ടോ. ഫാക്ടറൈസ് ദ ഫോളോയിങ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഒന്ന് നോക്കിക്കേ. a² plus 8a plus 16 ഈ തന്നിരിക്കുന്നതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യണം. a² plus 8a plus 16 ആണ് ഫസ്റ്റ് ഫാക്ടറൈസ് ചെയ്യാൻ പോകുന്നത്. ഇതിനെ എങ്ങനെ ഫാക്ടറൈസ് ചെയ്യും? ഫാക്ടറൈസ് എന്ന് വെച്ചാൽ അതിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലേക്ക് നമുക്ക് കൊണ്ടുവരണം. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ എത്ര ടേംസ് ഉണ്ട്? 3 ടേംസ് ഉണ്ട്. 3 ടേംസ് ഉണ്ടെങ്കിൽ ഏതൊക്കെ ഐഡന്റിറ്റീസ് യൂസ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞത്? ഒന്നില്ലെങ്കിൽ a plus b the whole square അല്ലെങ്കിൽ a minus b the whole square. ശരിയല്ലേ? പക്ഷെ ഇവിടെ എല്ലാത്തിലും പോസിറ്റീവ് സൈൻ ആണല്ലോ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏത് ഐഡന്റിറ്റി ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്നത്? റോഹൻ കുട്ടാ പറയടാ, ഏത് ഐഡന്റിറ്റി ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്നത്? പറഞ്ഞ മോനെ. a plus b the whole square ആയിരിക്കും അല്ലെ? അതായത് ഈ തന്നിരിക്കുന്നത് നോക്കിയടാ, a² plus 2ab plus b² ഫോർമാറ്റിലാണ് എന്നാണ് അതിന്റെ അർത്ഥം. 3 ടേംസ് വരുന്നുണ്ടെങ്കിൽ a plus b the whole square ആണ്. ദാറ്റ് ഈസ് a² plus 2ab plus b² ആണ്. നമുക്ക് വെറുതെ ഒന്ന് എഴുതി നോക്കാം. a² പൊസിഷനിൽ a² തന്നെയാണ്, കുഴപ്പമില്ല അല്ലേ? ദെൻ b² പൊസിഷനിൽ 16 ആണ് അല്ലേ? 16 എന്ന് പറഞ്ഞ എന്തിന്റെ സ്ക്വയർ ആണ്? 4ന്റെ സ്ക്വയർ ആണ്. ഓക്കെ ആണോ അല്ലേ? ദെൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് 8a ആണ്. 8a എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഇവിടെ നിന്ന് നോക്കിക്കേ, 2 into എയുടെ പൊസിഷനിൽ a തന്നെയാണ്, ബിയുടെ പൊസിഷനിൽ 4 ആണ്. അപ്പോ a² എന്ന് പറഞ്ഞ എയുടെ സ്ക്വയർ ആണ്, 16 എന്ന് പറഞ്ഞ 4ന്റെ സ്ക്വയർ ആണ്, 8a എന്ന് പറഞ്ഞ 2 into a into 4 അല്ലേ? അപ്പോ എയുടെ പൊസിഷനിൽ a തന്നെയാണ്, ബിയുടെ പൊസിഷനിൽ 4 ആണെങ്കിൽ ഇതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് ഇങ്ങനെ എഴുതിക്കൂടെ? a² plus 8a plus 16 is equal to a plus 4 the whole square. എങ്ങനെ എഴുതാം? a plus 4 the whole square. അപ്പൊ അതായത് അതിനെ ഫാക്ടറൈസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാം. ശരിയല്ലേ? അപ്പൊ a plus 4 2 ടൈംസ് വരുന്നുണ്ട്. വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, a plus 4 into a plus 4. അതായത് 2 ടൈംസ്. നമ്മളിപ്പോ x² എന്നുള്ളത് നമ്മൾ നോർമലി എങ്ങനെ എഴുതാം? x into x എന്ന് എഴുതും. അതേപോലെ തന്നെ a plus 4 the whole square നമുക്ക് എങ്ങനെ എഴുതാം? a plus 4 into a plus 4 എന്ന് എഴുതാം. സെറ്റ് ആണോ പറഞ്ഞത്? ഏകദേശം ഒരു ധാരണ കിട്ടിയ ഇപ്പൊ ഇതൊക്കെ തരുമ്പോ നിങ്ങൾ നോർമലി വേഗം ചെയ്യും. കാരണം നമുക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവും എയുടെ പൊസിഷനിൽ ആരാണ്, ബിയുടെ പൊസിഷനിൽ ആരാണെന്ന് അല്ലെ? അപ്പൊ നോക്കേണ്ടത് എന്താണ്? ഇവിടെ കിടക്കുന്നത് എന്താണോ അത് അതിന്റെ സ്ക്വയർ ആയിരിക്കും. അപ്പൊ എയുടെ സ്ക്വയർ ആണ് a². ആരുടെ സ്ക്വയർ ആണ് 16 എന്ന് പറഞ്ഞാല്? 4ന്റെ സ്ക്വയർ ആണ്. അപ്പൊ നമുക്കിത് എങ്ങനെ എഴുതാൻ പറ്റി? അതിന് a plus 4 the whole square എന്ന് എഴുതാൻ പറ്റി. സെറ്റാണോ? കിട്ടിയ? മനസ്സിലായ? വേറെ പ്രത്യേകിച്ച് ഭയങ്കരമായ കാൽക്കുലേഷനും കാര്യങ്ങളൊന്നും വരണില്ല. ഇത് തന്നെ ഇവിടെ നിങ്ങൾ എഴുതണമെന്ന് ഭയങ്കരമായ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ എഴുതിക്കോ, അതിനകത്തൊന്നും കുഴപ്പമില്ല കേട്ടോ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. അടുത്ത ക്വസ്റ്റ്യൻ കൂടി പറയുമ്പോൾ നിങ്ങൾക്കൊന്ന് ക്ലിയർ ആകും. ദേടാ മക്കളെ, p² minus 10p plus 25 ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ടേം നോക്കും. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ പിയുടെ സ്ക്വയർ ആണ്. ലാസ്റ്റ് ടേം നോക്കുമ്പോ 25 ആണ്. 25 എന്ന് പറഞ്ഞ ആരുടെ സ്ക്വയർ ആണ്? അനന്തകൃഷ്ണ, 25 ആരുടെ സ്ക്വയർ ആണ്?
5ന്റെ സ്ക്വയർ ആണ്. അപ്പൊ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടി അല്ലെ. അങ്ങനെയാണെങ്കിൽ നടുക്ക് കിടക്കുന്ന ആളിന് 2 ഇൻറ്റു പി ഇൻറ്റു 5 എന്ന് എഴുതാൻ പറ്റുമോന്നല്ലേ നമ്മൾ നോക്കണത്, ശരിയല്ലേ? അപ്പൊ പി സ്ക്വയർ മൈനസ് 2 ഇൻറ്റു പി ഇൻറ്റു 5 പ്ലസ് 5 സ്ക്വയർ എന്നാണ് എഴുതാൻ പറ്റുക. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്നതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഫാക്ടറൈസ് ചെയ്യുമ്പോ ഏത് ഐഡന്റിറ്റി ആണ് ഇവിടെ തന്നിരിക്കുന്നത്? ബ്രാക്കറ്റിൽ എഴുതാട്ടാ, ഏത് ഐഡന്റിറ്റി ആണ് നിങ്ങൾ അവിടെ യൂസ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് ബ്രാക്കറ്റിൽ എഴുതാ. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ് അല്ലെ. അത് എന്തിനോട് ഈക്വൽ ആണ്? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിനോട് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും അല്ലെ? എങ്ങനെ എഴുതാൻ പറ്റും ആയിഷ? പി സ്ക്വയർ മൈനസ് 10p പ്ലസ് 25 എങ്ങനെ എഴുതാൻ പറ്റും? പി മൈനസ് 5 ദ ഹോൾ സ്ക്വയർ അല്ലെ. അതായത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഫോർമാറ്റിലാണ്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? പി മൈനസ് 5 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അതായത് അവിടുത്തെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? പി മൈനസ് 5 ആൻഡ് പി മൈനസ് 5 ആണ്. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ തന്നാലും നിങ്ങൾ അതിന്റെ സൈഡിൽ ഏത് ഐഡന്റിറ്റി ആണെന്ന് മസ്റ്റ് ആയിട്ടും എഴുതി വെക്കുക. കാരണം ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റിപ്പോയാലും നമുക്ക് അവിടെ കിട്ടും. ഓക്കെ ആണോ? കിട്ടിയാ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ഈ പറഞ്ഞു പോയതില്? ഇല്ല, ഓക്കെ ആണ് എല്ലാവരും? നതാനെ ഓക്കെ ആണ്? സെറ്റ് ആണല്ലോ? കിട്ടാത്ത ആരുമില്ലല്ലോ? കൊച്ചു ത്രേസ്യ കുട്ടി കിട്ടിയാ? കിട്ടിക്കൊണ്ടിരിക്കുന്നത് ദൈവം അറിയണ പോലില്ല ഞാൻ വിളിച്ചിട്ട്. ഓക്കെ, എല്ലാവരും ഓക്കെയാണ്? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ തന്നോട്ടെ, തനിയെ ചെയ്യാവോ? യെസ്, ആമിന എവിടെയാണ് ഡൗട്ട്? ചോദിച്ചോ. ഫസ്റ്റ് ക്വസ്റ്റിലെ 8a പകരല്ലേ 2a ഇൻറ്റു a ഇൻറ്റു 4 എന്ന് എഴുതിയിരിക്കുന്നത് അല്ലേ? സോ 2 ഇൻറ്റു a ഇൻറ്റു 4 എന്നാണ്. സോ 8a. അപ്പൊ നമുക്ക് ഇതിന്റെ മീനിങ് എന്താ? 2 ഇൻറ്റു a ഇൻറ്റു b ഫോർമാറ്റ് ആണ്. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണ്. യെസ്, ദെൻ നെക്സ്റ്റ് അദ്നാൻ കുട്ട അൺമ്യൂട്ട് ചെയ്തോടാ. അപ്പോഴേക്കും ബാക്കിയുള്ളവർ വേഗം അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. തേർഡ് വൺ ആൻഡ് ഫോർത്ത് വൺ. സെക്കൻഡ് ക്വസ്റ്റ്യനില് എന്താണ് ഡൗട്ട്? പറഞ്ഞോ മോൻ, ചോദിച്ചോ. ആൻസർ മനസ്സിലായില്ല. ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ടോ? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. പറഞ്ഞു തന്ന. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ബി സ്ക്വയർ ആണ്. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ആണല്ലോ. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ തരുന്നത് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഫോർമാറ്റിലാണ്. അപ്പൊ നമുക്കത് മനസ്സിലാക്കാൻ പറ്റണ്ടേ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണെന്നുള്ള കാര്യം? ശരിയല്ലേ? പറയണേക്ക മിസ്, പറയണേക്കടാ. അപ്പോ നിങ്ങക്ക് തന്നിരുന്ന ക്വസ്റ്റ്യൻ പി സ്ക്വയർ മൈനസ് 10p പ്ലസ് 25 എന്നാണ്. ശരിയല്ലേ? ഈ പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ പിയുടെ സ്ക്വയർ ആണെന്ന് അറിയാം. 25 എന്ന് പറഞ്ഞാൽ 5ന്റെ സ്ക്വയർ ആണെന്ന് അറിയാം. ശരിയാണോ? ഓക്കെ. അപ്പൊ പി സ്ക്വയർ പിന്റെ സ്ക്വയർ ആണ്, 25 5ന്റെ സ്ക്വയർ ആണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി എ എന്ന് പറഞ്ഞാൽ പിയും ബി എന്ന് പറഞ്ഞാൽ 5ഉമാണ്. ഈ തന്നിരിക്കുന്ന ഏത് ഫോർമാറ്റ് ആണ്? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ? കാരണം മൈനസ് 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ പി ആണ്, ബി എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പൊ 2 ഇൻറ്റു 5 10 ആയി. 10 ഇൻറ്റു പി എന്ന് പറഞ്ഞാൽ മൈനസ് 10p ആയി. എല്ലാത്തിനും ഇങ്ങനെ സ്ക്വയർ ആയിട്ട് എഴുതണോന്നാ? എഴുതണ്ടേ? സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ? അപ്പൊ a is equal to ഇവിടെ p ആണ്, b is equal to 5 ആണ്. അപ്പൊ p മൈനസ് 5 the whole square എന്ന് എഴുതാം. ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞവർ ആരെങ്കിലും ഉണ്ടോ? കിട്ടിയ ആർക്കെങ്കിലും ആൻസർ? യെസ്,
നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? മിസ്സിന് പിന്നെ എന്ത് വേണമെങ്കിലും ആവാല അല്ലേ? കുറച്ചുപേരെ അങ്ങനെ ചിന്തിക്കേണ്ടാവും. യെസ്, കുറച്ചു പേര് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തായാലും കിട്ടുന്ന ആൻസർ കറക്റ്റ് ആണോ എന്ന് നോക്കാം. ഫസ്റ്റ് തേർഡ് വൺ ആണ് ഞാൻ പറയണത്. ഫസ്റ്റ് തേർഡ് വൺ പറയുന്നു. തേർഡ് വണ്ണില് 25m² പ്ലസ് 30m പ്ലസ് 9. നിങ്ങൾ ആദ്യം നോക്കേണ്ട കാര്യം എന്താണ്? ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും നോക്കാം അല്ലെ? ഫസ്റ്റ് ടേം അതായത് 3 ടേംസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഉറപ്പിക്കാം ഏത് ഐഡന്റിറ്റി യൂസ് ചെയ്യണം? a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം ഉറപ്പിക്കാമല്ലോ. കാരണം പ്ലസ് മാത്രല്ലേ വന്നിട്ടുള്ളൂ. അതെ, അപ്പോ എയുടെ പൊസിഷനിൽ ആരാണെന്നാണ് ഞാൻ ഇവിടെ നോക്കാൻ പോണത് അല്ലെ? എയുടെ പൊസിഷനിൽ ആരാണ്? ബിയുടെ പൊസിഷനിൽ ആരാണ്? എയുടെ പൊസിഷനിൽ 25m² ആണ്. 25 എന്ന് പറഞ്ഞ ആരുടെ സ്ക്വയർ ആണ്? 25 ആരുടെ സ്ക്വയർ ആണ്? കാണിക്കെല്ലാവരും 5ന്റെ സ്ക്വയർ ആണ്. അപ്പൊ ഞാൻ 5 എന്ന് എഴുതി. തൊട്ടപ്പുറത്തൊരു വേരിയബിൾ ഉണ്ട്, m ഉണ്ട്. അതിന്റെയും സ്ക്വയർ അല്ലേ വരിക അല്ലേ? അപ്പോ രണ്ടിന്റെയും സ്ക്വയർ ആണെങ്കിൽ നമുക്ക് ദേ ഇങ്ങനെ എഴുതിക്കൂടെ? 5m ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? എഴുതാം അല്ലേ? അപ്പൊ നമുക്ക് മനസ്സിലായി a സ്ക്വയർ എന്ന് പറഞ്ഞ 5m ദ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, ഇനി അടുത്ത ടേം നമ്മളതേ ഈ ലാസ്റ്റ് ടേം ആണ് നോക്കാം. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 എന്നാണ് കിടക്കുന്നത്. 9 ആരുടെ സ്ക്വയർ ആണ്? 9 എന്ന് പറഞ്ഞാൽ ആരുടെ സ്ക്വയർ ആണ്? സ്ക്രീനിൽ കാണിക്കി 3യുടെ സ്ക്വയർ ആണ്. അപ്പോ 3 സ്ക്വയർ എന്ന് എഴുതാലോ, ശരിയല്ലേ? അപ്പോ a സ്ക്വയർ 5m ദ ഹോൾ സ്ക്വയർ ആണ്, ബി സ്ക്വയർ 3 സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും 2ab എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാതെ തന്നെ എഴുതാൻ പറ്റും. 2 into a എന്ന് പറഞ്ഞാൽ 2 into 5m ആണ് into 3. നോക്കിക്കേ, 2 into 5 10 ആണ്, 10 into 3 30 ആണ്. 30m എന്ന് കിട്ടിയല്ലോ, ഡൗട്ട് ഇല്ലല്ലോ. അപ്പോ 30m എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം നമുക്ക് ഏത് ഐഡന്റിറ്റി ഇവിടെ യൂസ് ചെയ്യാം. അത് നിങ്ങൾ അവിടെ എഴുതി വെക്കുക പ്രോപ്പർ ആയിട്ട്. Yes, here we can use the identity a plus b the whole square is equal to a square plus 2ab plus b square. ശരിയല്ലേ? അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എങ്ങനെ എഴുതാം? അങ്ങനെയാണെങ്കിൽ എയുടെ പൊസിഷനിൽ 5m ആണ്, ബിയുടെ പൊസിഷനിൽ 3 ആണ്. സോ 5m plus 3 the whole square. എത്ര പേരെ കറക്റ്റ് ആയി? എത്ര പേരെ കറക്റ്റ് ആയി നോക്കട്ടെ. മഹാദേവ് ഒരു അനക്കൂലല്ലോ, ഉറങ്ങിപ്പോയാ? മഹാദേവ് എന്താണ് ഇങ്ങനെ ഇരിക്കണത് വിഷമിച്ച്? ഒന്നും കിട്ടിയില്ല, ഒന്നും സൈഡായിട്ടൊന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് സെറ്റാണ്. ബിസ്ക്കറ്റിൽ ഒതുക്കിയെന്നാണ് ക്ഷീണം. ബ്രെഡാ ബിസ്ക്കറ്റാ? അതെ അതെ, സീഡ്സാ എന്തൊക്കെയുണ്ട്. ഓക്കെ, കിട്ടി. കിട്ടാത്തവരാരില്ലല്ലോ? ഓക്കെ അല്ലേ മക്കളെ? യെസ്, ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ ഫോർത്ത് വൺ ഒന്ന് ചെയ്തേ. 49y² പ്ലസ് 84yz പ്ലസ് 36z². സിമ്പിൾ ആണ്, ഒന്നുമില്ല പ്രത്യേകിച്ച്. അപ്പൊ ഫസ്റ്റ് നോക്കേണ്ടത് ഇതിനെ നമുക്ക് എന്തിന്റെ സ്ക്വയർ എഴുതാം, ഇതിനെ നമുക്ക് എന്തിന്റെ സ്ക്വയർ എഴുതാം. പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. 49y² ആരുടെ സ്ക്വയർ ആണ്? 49y² എന്ന് പറഞ്ഞാല് ഹൻഷലേ ആരുടെ സ്ക്വയർ ആടാ 49y²? 7ന്റെ സ്ക്വയർ ആണ് 49. പിന്നെ 7 മാത്രമേ ഉള്ളൂ. 7ന്റെ സ്ക്വയർ 49. പിന്നെ വൈയുടെ സ്ക്വയർ വൈയുടെ സ്ക്വയർ ആണ് y², ശരിയല്ലേ? അപ്പോ ഇവരുടെ ഹോൾ സ്ക്വയർ പ്ലസ് 36z² എന്ത് വിളിക്കാം? 6² ആണ് 36. അതേപോലെ z² എന്ന് പറഞ്ഞാല് സെഡിന്റെ സ്ക്വയർ. സോ 6z². അതായത് a² എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി a² ആണ് 49y². അങ്ങനെയാണെങ്കിൽ a എന്ന് പറഞ്ഞാൽ 7y ദ ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ 7y ആണെന്ന് കിട്ടി. ഓക്കെ, അതേപോലെ b² എന്ന് പറഞ്ഞാൽ 36z² ആണ്. അപ്പൊ b എന്ന് പറഞ്ഞാൽ 6z ആണെന്നും കിട്ടി. അപ്പൊ നിങ്ങളൊന്ന് ചെയ്തു നോക്കിയേ. 2 into 7y into 6z. 2 into അല്ലെങ്കിൽ 7 into 6 എന്ന് പറഞ്ഞാൽ 42 ആണ് അല്ലെ? 42 into 2 എന്ന് പറഞ്ഞാൽ 84 ആയി. അതായത് 84xy എന്ന് കിട്ടിയില്ലേ? കിട്ടി. അപ്പൊ മിഡിൽ ടേം സെറ്റ് ആണ് അല്ലെ? അപ്പൊ പിന്നെ ഇവിടെ വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് ഏത് ഐഡന്റിറ്റി തന്നെ യൂസ് ചെയ്യാം? a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഐഡന്റിറ്റി യൂസ് ചെയ്യാം അല്ലെ? അതായത് എന്ത് വരും സാറേ? അടുത്ത ആൾ അൺമ്യൂട്ട് ചെയ്തോ.
അദ്വൈതേ കൂട്ടാ പറയടാ. ഇവിടെ അങ്ങനെയാണെങ്കിൽ a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോർമാറ്റിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിന്റെ ആൻസർ പറഞ്ഞാ മതി. ആ മതി. 7y plus 6z the whole square. എത്രേ ഉള്ളൂ? എത്ര പേർക്ക് കിട്ടി നോക്കട്ടെ? എത്ര പേർക്ക് കിട്ടി ഇതിന്റെ ആൻസർ? ജസ്ലിനെ കിട്ടിച്ചതാണാ? ഓൺ ദ വേ ആണല്ലേ? യെസ്. ഓക്കെ രാഹുൽ. ഏബലെ കുട്ടാ കിട്ടിയില്ലേ? സാറേ ഏബലിനൊന്ന് അൺമ്യൂട്ട് ചെയ്തേ. ലാസ്റ്റ്. മിസ് എനിക്ക് ഇതിന്റെ പകുതി വരെ കിട്ടി, പക്ഷെ ആൻസറിലായിട്ട് കിട്ടണില്ല. ആൻസർ എന്താ കിട്ടാത്തത്? എനിക്ക് സ്റ്റെപ്പ് മനസ്സിലായി, പക്ഷെ ആൻസറിലായിട്ട് കിട്ടണില്ല. എവിടെയാണ് കിട്ടാത്തത്? ഈ സ്റ്റെപ്പ് ഓക്കെയാണോ? ഞാനിപ്പോ വിളിച്ചില്ലെങ്കിൽ നീ അവിടെ തന്നെ അങ്ങനെ ഇരുന്നാനെ അല്ലേ? ചോദിക്കുന്നില്ല. അതാണ് എന്റെ മക്കള്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ തന്നെ വിടാതിരുന്നോളൂ. ഈ ഒരു സ്റ്റെപ്പ് കിട്ടിയാ? ഇത് ഏത് ഫോമില നടക്കുന്നത്? a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ഫോർമാറ്റിലാണ്. ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റുമോ? പറ്റും. എയുടെ പൊസിഷനിൽ ആരാ? 7y സ്ക്വയർ അല്ല, 7y ആണ്. ബിയുടെ പൊസിഷനിൽ ആരാ? 6z ആണ്. അപ്പൊ അവരെ തമ്മിൽ അടുപ്പിച്ച് എഴുതാ 7y പ്ലസ് 6z. അത്രേ ഉള്ളൂ. ഹോൾ സ്ക്വയർ കൂടി ഉണ്ട്. a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോർമാറ്റിൽ എഴുതണം എന്ന് പറഞ്ഞാൽ എയുടെ പൊസിഷനിൽ ആരാണോ അയാൾ എഴുതാ, പ്ലസ് ബിയുടെ പൊസിഷനിൽ ആരാണോ അയാൾ എഴുതാ, ഹോൾ സ്ക്വയർ എഴുതാ. ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് ജസ്ലിൻ എന്താണ് ഡൗട്ട് ചോദിച്ചോടാ? അപ്പൊ ആ നടുവിലത്തെ 2 into 7y into 6 എന്താ എഴുതാൻ? 2 into അത് ഞാൻ എഴുതാൻ എന്താണെന്നാ ഇവിടെ എഴുതുന്നതിന് കുഴപ്പമൊന്നുമില്ല. 2ab ഫോർമാറ്റിലാണ്. 2 into 7y into 6z എന്ന് എഴുതുന്നതിന് കുഴപ്പമൊന്നുമില്ല. അല്ല അതിന്റെ ആവശ്യമില്ലല്ലോ ശരിക്കും അവിടെ. എഴുതിയെന്ന് വെച്ച് നല്ലതാണ് കേട്ടാ. ഇത് കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും. അതാണ് ഞാൻ ഇവിടെ എഴുതി നോക്കിയിട്ടുണ്ട് കേട്ടാ. 2 into 7y into 6z എന്ന് എഴുതി നോക്കിയിട്ടുണ്ട്. പക്ഷെ അത് ഇവിടെ എഴുതിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. അവിടെ അഡീഷണൽ സ്റ്റെപ്പ് വരുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ. വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? സെറ്റ് അല്ലേ? ഓക്കെ ആണ്. യെസ്. അങ്ങനെയാണെങ്കിൽ മക്കളെല്ലാവരും ഒന്ന് ചാടി എണീറ്റേ. വേഗാവട്ടെ. കുറച്ചു പേരെ ഇതൊക്കെ എഴുതി കഴിഞ്ഞാൽ ഓൾറെഡി പഠിച്ച ചാപ്റ്ററുമായിട്ട് കണക്ഷൻ ഉള്ള കാരണം അല്ലേ? കുറച്ച് പേര് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. രാഹുലേ, ഇന്ന് രാഹുലാണ് നമുക്ക് എക്സർസൈസ് കാണിച്ചു തരാൻ പോണത്. യെസ് രാഹുൽ കൃഷ്ണ. ചാടി എണീറ്റോ നീ എന്തായാലും? മടിയന്മാരെ നമുക്ക് വിളിക്കും സാറേ അല്ലേ? മടിയന്മാരെ വിളിച്ച് സ്പോട്ട് ചെയ്യാ. അതാവുമ്പോ അവരും ചെയ്യും നമ്മളും ചെയ്യും അല്ലേ? നസ്നീൻ. ഓക്കെ. നസ്നീന്റെ അനിയത്തിനാണ് ഞാൻ കാണുന്നത്. നസ്നീനെ കാണില്ല, അതുകൊണ്ടാ ചോദിച്ചത്. ഓക്കെ. അപ്പൊ ആരാണ് ഇന്ന് ചെയ്യാൻ പോണത്? ആരാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോണത്? യെസ് അദ്വൈത്. എന്താണത്? മറ്റേ ഹനുമാന്റെ ഗത പിടിച്ചിട്ട് എന്തോ ചെയ്യണ പോലെ ചെയ്യണ്ടല്ല. ഓക്കെ. ആര് ചെയ്യും? ആരില്ലേ ചെയ്യാൻ വേണ്ടിട്ട്? സാറിനെ വിളിക്കേണ്ട വരുമോ ഞാൻ? ഓക്കെ. ഇവർക്ക് ഇത് മതി എന്നോട്. ഇതാകുമ്പോ സിമ്പിൾ ആയിട്ട് ചെയ്യാലോ, അനങ്ങണ്ടല്ല. അതുകൊണ്ടാണ് എല്ലാരും നിന്നിട്ട് കാണിക്കണത് അല്ലേ? വേറെ വല്ല പുതിയത് വേണമെങ്കിൽ നിങ്ങൾ പറയട്ടെ. വല്ല ഡാൻസിന്റെ സ്റ്റെപ്പാ അല്ലെ? ഗേൾസിന്റെ ആവുമ്പോ ഡാൻസിന്റെ സ്റ്റെപ്പ് ഒക്കെ ഇഷ്ടമായിരിക്കും. തകൃതാളം നല്ല തകൃതാളൊക്കെ കൈയൊക്കെ കൊട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇനി ജസ്റ്റ് ഇതന്നെ തുടങ്ങിക്കോ. വന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതന്നെ തുടങ്ങിക്കോ. യെസ്. ഓക്കെ. അപ്പൊ ഹാൻഡ്സ് ഒക്കെ നന്നായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യാ. യെസ്. ഷോൾഡർ തിരിച്ചും പോട്ടെ. യെസ്. ഒരു 5 ജമ്പിങ് ജാക്സും കൂടി അടിച്ചോ. സെറ്റ് ആക്കാം. യെസ്. ഹസ്കി ഡാൻസ് അടിപൊളി ഐഡിയ അല്ലേ? നമുക്ക് അടുത്ത ദിവസം ഹസ്കി ഡാൻസ് കളിക്കുക കേട്ടാ. യെസ്. സാറിനെ കൊണ്ട് സെറ്റ് ചെയ്തിപ്പിക്കാം. ഇനിയിപ്പൊ ടൈം പോകൂലേ? കളിക്കോ നിങ്ങള്? എനിക്ക് എല്ലാവരും. ആരാണ് സാറേ പറഞ്ഞ ഹസ്കി ഡാൻസ് വേണമെന്ന്? ഫൗസാനാണ്. ഫൗസാനെ റെഡി ആണല്ലോ അല്ലെ കാണിച്ചു കൊടുക്കാനായിട്ട്?
ഹസ്കി ഡാൻസ് ഫസ്റ്റ് എന്നാ ഫൗസാൻ സ്റ്റെപ്പ് ഒക്കെ കളിച്ച് വരും ഇങ്ങോട്ട് അല്ലേ? കളിക്കോ? നോക്കാം നമുക്ക്. അതെ, ട്രാക്കൊക്കെ ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോ ഫൗസാനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരൊക്കെയാണെന്നുള്ളതൊന്ന് ചാറ്റിലേക്ക് അയച്ചാ കേട്ടോ. ഓൾറെഡി ഇവിടെ ചെയ്ത്, അതുകൊണ്ടാണ്. നേഹാമിസ് ചെയ്തായിരുന്നു ഇവിടെ, ചെയ്തായിരുന്നു. അത് സെയിം സാധനം തന്നെ റിപ്പീറ്റ് ചെയ്യാൻ ബോറാവൂലടാ. വല്ല പുതിയത് കൊണ്ടാ. നിങ്ങള് റെഡി ആണെങ്കിൽ ഞാനും റെഡിയാണ്. എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഡാൻസ് നമുക്ക് എളുപ്പത്തിൽ കഴിയും. പാട്ട് പാടുന്ന പോലെ അല്ലല്ലോ ഡാൻസ് കളിക്കാന്ന് പറഞ്ഞ. ഡാൻസ് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ പാട്ട് നമ്മൾ അതിൻ്റെതായ രീതിയിൽ പാടിയില്ലെങ്കിൽ അല്ലേ, ഓടേണ്ടവർ ഓടും, ചാടേണ്ടവർ ചാടും. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങൾ പറഞ്ഞാൽ മതി അടുത്ത നമ്മുടെ അല്ലെ എക്സർസൈസിന് പകരം എന്ത് സൂംബ ഡാൻസ് വേണം എന്നുള്ളത്. ആടാ, ബാക്ക് ഫ്ലിപ്പ്. ബൺ മസ്ക് ഉണ്ടാക്കി തന്നാ മതിയാ. ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ എന്താ പറയാ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഞാൻ കഴിച്ചില്ല. ഞാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് പോയിട്ടുണ്ടായി. അപ്പൊ ഇങ്ങനെ കണ്ടപ്പോ കഴിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വേറെ കുറെ സാധനങ്ങളൊക്കെ അടിച്ചു കയറ്റിട്ടേ വയറ് ഫില്ലായിരുന്നു, കഴിക്കാൻ പറ്റിയില്ല. മന്തി, ഋഷി മന്തി ഫാനാണ് സാറേ. സാറിനോട് ചോദിച്ചില്ലല്ലോ ഇപ്പൊ, സാറിനൊക്കെ പറയാൻ നിക്കണിപ്പ അല്ലേ? ഋഷി മന്തി എന്ന് പറഞ്ഞ അവന്റെ അമ്മാമ്മ അവിടെ ഇരുന്ന് പറയും, അവന് മന്തി മാത്രം മതി, വേറെ ഒന്നും തിന്നില്ല അല്ലേ? ഇങ്ങനത്തെ ഡയലോഗ് അടിക്കണേക്ക. യെസ്, അപ്പൊ നമുക്ക് തിരിച്ചു വരാം. 5th ക്വസ്റ്റ്യനിലേക്ക് വരാലോ. Yes, 4x square minus 8x plus 4. Yes, ആരാണ് പറയുന്നത്? 4x square minus 8x plus 4. അലൻ കുട്ട പറഞ്ഞേടാ. 4x square minus 8x plus 4. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം, ഇതിനെയും ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. കറക്റ്റ് ആണെങ്കിൽ പിന്നെ നമുക്ക് പ്രശ്നമില്ലല്ലോ അല്ലേ? 4x the whole square എന്ന് പറഞ്ഞ 4x square ആണ്. അപ്പൊ എന്തിന്റെയൊക്കെ സ്ക്വയർസ് ആയിരിക്കും വരുന്നത്? 2ന്റെ സ്ക്വയർ ആണ് 4, എക്സിന്റെ സ്ക്വയർ ആണ് എക്സ് സ്ക്വയർ, ശരിയല്ലേ? അപ്പൊ 2x the whole square ആയിരിക്കും. അതേപോലെ 4 എന്ന് പറഞ്ഞാൽ ആരുടെ സ്ക്വയർ ആണ്? 2ന്റെ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ a സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് 2x the whole square എന്ന് കിട്ടി. അപ്പൊ a എന്ന് പറഞ്ഞാൽ എന്താണ്? 2x ആണ്, സംശയമില്ലല്ലോ. അതേപോലെ b സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 എന്ന് കിട്ടി. സോ b is equal to 2ന്റെ സ്ക്വയർ ആണ്. ഓക്കെ ആണോ? ഇനി 2 into a into b ആണ്. നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് എഴുതി നോക്കാം. മൈനസ് 2 into 2x into 2 അല്ലേ? അപ്പൊ 2 into 2 4 ആണ്, 4 into 2 8 ആണ്. ശരിയായില്ലേ? ഈ കിട്ടിയ കാര്യം കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഏത് ഐഡന്റിറ്റി യൂസ് ചെയ്യാം? സർ എടുത്താൽ അൺമ്യൂട്ട് ചെയ്തോ. നവമിക. യെസ്, നവമിക പറഞ്ഞോളാം. ഇവിടെ നമുക്ക് ഏത് ഐഡന്റിറ്റി യൂസ് ചെയ്യാം? A square minus 2ab. ഇടിക്കും ഞാൻ. ഏത് ഐഡന്റിറ്റി യൂസ് ചെയ്യാം? a സ്ക്വയർ മൈനസ് b square. b സ്ക്വയർ. ഇത്രയുള്ള പോയി. A square minus b square is equal to a സ്ക്വയർ മൈനസ് b സ്ക്വയർ അല്ല, a സ്ക്വയർ മൈനസ് 2ab പ്ലസ് b സ്ക്വയർ. b സ്ക്വയർ എന്ന് പറഞ്ഞാൽ a സ്ക്വയർ മൈനസ് 2ab വരെ കേട്ടുള്ളൂല. ഫുള്ളാക്കാഞ്ഞതാണത്. ഞാൻ ഇനി പുതിയ ഐഡന്റിറ്റി ഫോം ചെയ്താണ്. ഓക്കെ, a സ്ക്വയർ മൈനസ് 2ab പ്ലസ് b സ്ക്വയർ, ഈ ഐഡന്റിറ്റി യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് ഏതാണ്? a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ, ശരിയല്ലേ? a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. അപ്പൊ എയുടെ പൊസിഷനിൽ നമുക്കറിയാം ഇവിടെ ആരാണ് എയുടെ പൊസിഷനിലുള്ളത്? എയുടെ പൊസിഷനിൽ 2x ആണ് അല്ലെ? ബിയുടെ പൊസിഷനിൽ ആരാണുള്ളത്? 2 ആണ്. ബിയുടെ പൊസിഷനിൽ 2 ആണ്. സോ 2x മൈനസ് 2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇതായിരിക്കും ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. കിട്ടിയില്ല എല്ലാവർക്കും? ഓക്കെ ആണല്ലോ? സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതേ ലാസ്റ്റ് ഒരെണ്ണം കൂടെ നമുക്കൊന്ന് ചെയ്തേക്കാം. 121b square minus 88bc plus 16c square.
സിമ്പിൾ ആയിട്ട് ചെയ്യാം. 121 എന്തിന്റെ സ്ക്വയർ ആണ്? ആഗ്നസ് അൺമ്യൂട്ട് ചെയ്തോടാ. 121 എന്തിന്റെ സ്ക്വയർ ആണ്? ഇടിക്കും ഞാൻ. സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്സ്, ക്യൂബ് ആൻഡ് ക്യൂബ് റൂട്ട്സ് ഒക്കെ പഠിച്ചിട്ട് ആലോചിക്കേ. 100 എന്തിന്റെ സ്ക്വയർ ആണ്? 10ന്റെ. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള എന്താ? 11 അല്ലേ? അപ്പൊ 11ന്റെ സ്ക്വയർ ആണ് 121. അതേപോലെ തന്നെ അതിന്റെ ഒപ്പം ബി സ്ക്വയർ എടുക്കണ്ട്. അപ്പൊ നമുക്ക് എഴുതിക്കൂടെ? 11b ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. ശരിയല്ലേ? 11ന്റെ സ്ക്വയർ ആണ് 121, ബിയുടെ സ്ക്വയർ ആണ് ബി സ്ക്വയർ. അപ്പൊ 11b ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. ഓക്കെ. Then 16c സ്ക്വയർ എന്ന് പറയുമ്പോ 16 എന്തിന്റെ സ്ക്വയർ ആണ്? 4ന്റെ സ്ക്വയർ ആണ് അല്ലെ? c സ്ക്വയർ. അപ്പൊ സിയുടെ സ്ക്വയർ ആണ്. സോ 4c ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ ആണോ? അപ്പൊ 11b ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 11b ആണ്, ഇൻറ്റു 4c പ്ലസ് 4c ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും നോക്കുക. 2 ഇൻറ്റു 4 8 ആണ്. 8 ഇൻറ്റു 11 88bc എന്ന് കിട്ടി. കറക്റ്റ് അല്ലേ പറഞ്ഞ കാര്യം അല്ലെ? അപ്പൊ നമുക്ക് കിട്ടിയത് എ സ്ക്വയറിന്റെ പൊസിഷനിൽ 11b സ്ക്വയറും കിട്ടി, ബി സ്ക്വയറിന്റെ പൊസിഷനിൽ 4c സ്ക്വയറും കിട്ടി. എ സ്ക്വയറിന്റെ പൊസിഷനിൽ 11b സ്ക്വയർ എന്ന് പറഞ്ഞാൽ എയുടെ പൊസിഷനിൽ എന്താണ്? 11b ആണ് അല്ലെ? എ സ്ക്വയറിന്റെ പൊസിഷനിൽ 11b ദ ഹോൾ സ്ക്വയർ ആണെങ്കിൽ എയുടെ പൊസിഷനിൽ 11b ആണ്. അതേപോലെ തന്നെ ബി സ്ക്വയറിന്റെ പൊസിഷനിൽ ആരാണ്? സാർ ഒരാളൊന്ന് മ്യൂട്ട് ചെയ്തേ. വേദ. ബി സ്ക്വയറിന്റെ പൊസിഷനിൽ ആരാണ്? 4c ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ ബിയുടെ പൊസിഷനിൽ എന്തായിരിക്കും? 4c ആയിരിക്കും. ഓക്കെ. അപ്പൊ നമുക്ക് ഏത് ഐഡന്റിറ്റി യൂസ് ചെയ്യാം? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ, ദാറ്റ് ഈസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഐഡന്റിറ്റി യൂസ് ചെയ്യാം. എയുടെ പൊസിഷനില് 11b ആണ്, ബിയുടെ പൊസിഷനിൽ 6c ആണ്. സോ ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എങ്ങനെ എഴുതാം? 11b മൈനസ് 6c ദ ഹോൾ സ്ക്വയർ. കിട്ടിയാ? എല്ലാവർക്കും കിട്ടി? ഓക്കെ ആണ്? കിട്ടിയെങ്കിൽ ഒരു കാര്യം ചെയ്താലോ, ചെറിയൊരു ബ്രേക്ക് എടുത്താലോ? ചെറിയ ബ്രേക്ക് എടുക്കാം. 6 അല്ല 4 ആണ് കേട്ടോ. 4 ആണ്. 4c ദ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ. അപ്പോ എല്ലാവർക്കും കിട്ടിയെന്നാണ് പറഞ്ഞല്ലേ സാറേ? ദേവനാരായണനൊക്കെ പോയി കളഞ്ഞി. ഓക്കെ. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ മതി, അപ്പൊ തന്നെ പോവും. എന്നാ ബ്രേക്ക് കഴിഞ്ഞിട്ട് അത് പറഞ്ഞാൽ വരില്ലാരും അല്ലേ? ഓക്കെ. അപ്പൊ എല്ലാവരും വേഗം പോയി ഫുഡൊക്കെ അടിച്ച് വേഗം തിരിച്ചു പോയോ. എല്ലാവരും വേഗം വീഡിയോ ഓൺ ചെയ്യാ. നമുക്ക് ഇതിനകത്തൊരു 1-2 ക്വസ്റ്റ്യൻസ് കൂടി കിടക്കുന്നുണ്ട്. അപ്പൊ അതുകൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തതിലേക്ക് പോവാട്ടോ. ക്വസ്റ്റ്യൻ വേഗം നോട്ട് ചെയ്യ്. ക്വസ്റ്റ്യൻ വേഗം നോട്ട് ചെയ്യ്. യെസ്. ക്രിസ്മസിന്റെ പരിപാടീസ് ഒക്കെ തുടങ്ങി എല്ലാവരും. സ്റ്റാർ വാങ്ങിക്കുക, ക്രിബിലുള്ള മറ്റേ സാധനമൊക്കെ അല്ലെ, തന്നെ മുളപ്പിക്കുക, അങ്ങനത്തെ കുറെ പരിപാടിയൊക്കെ ഇല്ലേ? മുളപ്പിച്ച് തുടങ്ങണം. അതല്ല ക്രിസ്മസ് ആവുമ്പോഴേക്കൊക്കെ എന്തെങ്കിലും ആവുള്ളൂ. എല്ലാ ദിവസവും വിചാരിക്കും, പക്ഷേ നാളെ നീളെന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ പോയാൽ മിക്കവാറും വല്ല പ്ലാസ്റ്റിക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നു തോന്നല്. അതെ അച്ഛനും അമ്മയൊക്കെ ചെയ്തോളൂല്ലോ അല്ലെ? അതെ, നമ്മൾ ചെല്ലാ, ഫോട്ടോ എടുക്കുക, സ്റ്റോറി ഇടാ, സ്റ്റേറ്റസ് ഇടാ, ഇതൊക്കെയാണ് നമ്മുടെ പരിപാടീസ് അല്ലേ? പക്ഷെ എല്ലാവരും കൂടി ചെയ്യുന്നതിലൊക്കെ അല്ലെ ഒരു പ്രത്യേക വൈബാണ്. എല്ലാവരും കൂടി കസിൻസ് എല്ലാവരും കൂടി ഒക്കെ ഇത് ചെയ്യുവാണെങ്കിൽ സെറ്റ് ആയിരിക്കുള്ളൂ. ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ബ്രേക്ക് ടൈമിൽ പോയി സഹായിച്ചു കൊടുത്തു കൊച്ചു പാവം. സോറി, തെറ്റിദ്ധരിച്ചു അല്ലെ? തെറ്റിദ്ധരിക്കപ്പെട്ടു. ഇമ്മാനുവലേ, സ്വിമ്മിങ് ഒന്നും ഉണ്ടായില്ലെന്ന് ഉണ്ടായിരുന്നു. ഓക്കെ. ഇമ്മാനുവൽ എന്ന് വിളിക്കുമ്പോ 2 ഇമ്മാനുവൽ ഒറ്റയടിക്ക് തിരിഞ്ഞു നോക്കും അല്ലേ? യെസ്. അപ്പൊ മക്കളെ എല്ലാവരും വേഗം 7th ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യുക. L plus m the whole square കേട്ടോ. L plus m the whole square ആണ്. സോ L plus m the whole square, L plus m the whole square മൈനസ് 4LM. ഇതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാനാണ് പറയുന്നത് അല്ലെ? ഇതിനെ ഫാക്ടറൈസ് ചെയ്യാനാണ്.
സോ എൽ പ്ലസ് എം ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആദ്യം അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഏത് ഫോമിലാണ് കിടക്കുന്നത്, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോർമാറ്റിലാണ് അല്ലെ. അപ്പൊ നമുക്ക് എൽ പ്ലസ് എം ദ ഹോൾ സ്ക്വയറിനെ ആദ്യം തന്നെ എക്സ്പാൻഡ് ചെയ്യാം, ദെൻ -4lm ചെയ്യാം. ചെയ്ത് നോക്കാമല്ലോ, ഓക്കെ ആണല്ലോ. കാരണം നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ വേറൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല. നമുക്കിത് കാണുമ്പോൾ മനസ്സിലാകും ഇത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോർമാറ്റിലാണ്. അതായത് എയുടെ പൊസിഷനിൽ എല്ലും ബിയുടെ പൊസിഷനിൽ എമ്മും ആണെന്നല്ലേ അതിന്റെ അർത്ഥം, ആണല്ലോ. അപ്പൊ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ളത് നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം, എ സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു തന്നെ ചെയ്യാട്ടോ, അല്ലെങ്കിൽ തെറ്റിപ്പോവും. എ സ്ക്വയർ, എയുടെ പൊസിഷനിൽ എൽ ആണ്, സോ എൽ സ്ക്വയർ അല്ലേ. പ്ലസ് 2 ഇൻറ്റു എയുടെ പൊസിഷനിൽ എൽ ആണ്, ഇൻറ്റു ബി, ബിയുടെ പൊസിഷനിൽ എം ആണ് അല്ലെ. ഇങ്ങനെ പറഞ്ഞു ചെയ്ത് ഒരിക്കലും തെറ്റില്ല, വെറുതെ ചടപടെ പൊട്ടത്തെറ്റ് എഴുതി വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എൽ സ്ക്വയർ പ്ലസ് 2lm പ്ലസ് ബി സ്ക്വയർ, ബിയുടെ പൊസിഷനിൽ എം ആണ് അല്ലെ, ബിയുടെ പൊസിഷനിൽ എം ആണ്, സോ നമുക്ക് എന്ത് എഴുതാം, എം സ്ക്വയർ. ഓക്കെ ആണോ. അപ്പൊ ഫസ്റ്റ് എൽ പ്ലസ് എം ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ടേമിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു, -4lm അല്ലെ, -4lm. ഇനി ഇതിനെ മാക്സിമം സിംപ്ലിഫൈ ചെയ്യാനാ നമ്മളോട് പറയുന്നത് അല്ലെ. മാക്സിമം സിംപ്ലിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ, എല്ലാവരും ശ്രദ്ധിക്കാട്ടാ. നിങ്ങൾ നോക്ക, ഈ ഒരു ടേമിനെയും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഏത് ഫോർമാറ്റിലാണ് കിടക്കുന്നത്, എൽ പ്ലസ് എം ദ അല്ലെങ്കിൽ എൽ സ്ക്വയറിന്റെയും എം സ്ക്വയറും ഫോർമാറ്റ് ആണ്, വേറൊന്നും ചെയ്യാനില്ല നമുക്ക് അവിടെ. പക്ഷേ ഈ 2 ടേംസ് നിങ്ങളൊന്ന് എടുത്ത് നോക്കിക്കേ, 2lm ഉണ്ട്, അതേപോലെ തന്നെ -4lm ഉണ്ട് അല്ലെ. 2lm ഉണ്ട്, -4lm ഉണ്ട്. 2lm -4lm എന്താകും, 2lm -4lm എന്താകും നവമി. 2lm ന്ന് 4lm മൈനസ് ചെയ്താൽ എന്ത് കിട്ടും, മിടുക്കി, -2lm. കാരണം ലാർജർ നമ്പർ 4 ആണ്, 4 ന്ന് 2 മൈനസ് ചെയ്താൽ 2. സൈൻ ആരുടെ സൈൻ ആയിരിക്കണം, 4ന്റെ സൈൻ ആയിരിക്കണം അല്ലെ, നെഗറ്റീവ് അല്ലേ വരേണ്ടത്, സോ -2lm എന്ന് കിട്ടും. അതായത് ഇവിടത്തെ എൽ സ്ക്വയറിനെയും എം സ്ക്വയറിനെയും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അതേപോലെ തന്നെ നിർത്തി ആണല്ലോ. 2lm -4lm ആണ് അല്ലെ, 2lm -4lm. അതിന് പകരമല്ലേ നമ്മൾ എഴുതിയിരിക്കുന്ന -2lm എന്നുള്ളത്, ആണല്ലോ. സോ എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ -2lm എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് നോക്കാം, നമുക്ക് ഈ കിട്ടിയിരിക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഒറ്റയടിക്ക് കാണുമ്പോൾ മനസ്സിലാകും, ദാറ്റ് ഈസ് എല്ലിന്റെ സ്ക്വയർ ആണ് എൽ സ്ക്വയർ എന്നുള്ളത്, ശരിയല്ലേ. എല്ലിന്റെ സ്ക്വയർ ആണ് എൽ സ്ക്വയർ എന്നുള്ളത്, പ്ലസ് എമ്മിന്റെ സ്ക്വയർ ആണ് എം സ്ക്വയർ എന്നുള്ളത്, ആണല്ലോ. അതേപോലെ തന്നെ -2 ഇൻറ്റു എൽ ഇൻറ്റു എം ആണ് 2lm എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ ഏത് ഐഡന്റിറ്റി യൂസ് ചെയ്യാം, നസ്നീൻ ഏത് ഐഡന്റിറ്റി യൂസ് ചെയ്യാം. നസ്നീന്റെ അനിയത്തിയാണോ മാത്സ് പഠിക്കുന്നത്, എനിക്ക് ഡൗട്ട് ഉണ്ട്. ആരാണ് പഠിക്കണത്, അനിയത്തി കമ്പനിക്ക് ഇരിക്കണാണാ, കമ്പനിക്ക് ഇരുന്ന് വർത്താനം പറയരുത് കേട്ടാ, വെറുതെ വന്നിരിക്കുന്നതാണ്, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഏത് ഐഡന്റിറ്റി യൂസ് ചെയ്യാം, പറഞ്ഞോ. ഐഡന്റിറ്റി പറഞ്ഞ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, a plus b the whole square, a square plus b plus 2ab plus b square. Okay, a minus b the whole square, a square plus minus 2ab plus b square. b square ആണല്ലോ. അപ്പൊ അത് വെച്ചിട്ടൊന്ന് പറഞ്ഞേ, ഇവിടെ ഏത് ഐഡന്റിറ്റി യൂസ് ചെയ്യാൻ പറ്റും, a minus b the whole square അല്ലേ. യാതൊരു ഡൗട്ടും വേണ്ട, നമുക്ക് ഇവിടെ ഏത് ഐഡന്റിറ്റി യൂസ് ചെയ്യാം,
a minus b the whole square, that is a square minus 2ab plus b square. ശരിയല്ലേ? അതായത് ഇവിടെ a സ്ക്വയറിന്റെ പൊസിഷനിൽ l സ്ക്വയർ ആണ് അല്ലെ? a സ്ക്വയറിന്റെ പൊസിഷനിൽ l സ്ക്വയർ ആണ്, ബി സ്ക്വയറിന്റെ പൊസിഷനിൽ m സ്ക്വയർ ആണ്. അപ്പൊ അവിടെ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി, എന്താണ്? a is equal to l ആണ്, b is equal to m ആണ് അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഇതിന്? a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. അപ്പൊ എയുടെ പൊസിഷനിൽ l ആയതുകൊണ്ട് l എന്ന് ഞാൻ എഴുതി, l മൈനസ് m ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെയാണോ കിട്ടിയത്? എല്ലാവർക്കും കിട്ടിയാ? l മൈനസ് m ദ ഹോൾ സ്ക്വയർ കിട്ടി. മനസ്സിലായ എങ്ങനെയാ വന്നതെന്ന്? അപ്പൊ ഇതേപോലെയൊക്കെ തന്നാലും നിങ്ങൾ എന്ത് ചെയ്യാ? നമുക്കത് കാണുമ്പോൾ മനസ്സിലാവണം. a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമിൽ എക്സ്പാൻഡ് ചെയ്യാം അല്ലെ? ദാറ്റ് ഈസ് a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ മൈനസ് 4lm ചെയ്യാം. അപ്പൊ അതേടാ അവിടെ നമുക്ക് പരിചയമുള്ള അല്ലെ 2 ലൈക്ക് ടേംസ് വന്നു. ലൈക്ക് ടേംസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഒരേ ഫാക്ടേഴ്സ് വരുന്ന ടേംസ് ആണ് ലൈക്ക് ടേംസ് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ എല്ലും എമ്മും ഉണ്ട്, അതേ ഫാക്ടേഴ്സ് വരുന്ന മറ്റൊരു ടേം ഉണ്ട്. അവര് തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും പറ്റും. ശരിയാണല്ലോ? എന്നിട്ട് നിങ്ങൾ നോക്കുക അത് ഏതെങ്കിലും ഐഡന്റിറ്റി ഫോമിലേക്ക് തിരിച്ചു വരുന്നുണ്ടോ. വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതാൻ പറ്റും. ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യം? ഓക്കെ ആണല്ലോ? അപ്പൊ ദേ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. a raised to 4 plus 2a square b square plus b raised to 4. യെസ്, ഇതാരാദ്യം ചെയ്യും? ബോയ്സിന്റെ ഭാഗത്തുനിന്നായിരിക്കും, ഗേൾസിന്റെ ഭാഗത്തുനിന്നായിരിക്കും? നോക്കാം നമുക്ക് എന്തായാലും അല്ലെ? ഫസ്റ്റ് ചെയ്ത് ഹാൻഡ് റൈസ് ചെയ്യുന്ന ആളാരാണ് നോക്കാം. ഇവിടെ എന്താ ഹാൻഡ് റൈസ് ചെയ്തേക്കണം? കഴിഞ്ഞിട്ടാണോ ഹാൻഡ് റൈസ് ചെയ്തേക്കണം നിങ്ങള്? ഇവരെന്താ ജെറ്റ് പറത്തിയോ? ചേട്ടാ ഞാൻ ക്വസ്റ്റ്യൻ തന്നിട്ടല്ലേ ഉള്ളൂ. തനുവിന് എന്താണ് ഡൗട്ട്? തനു ചോദിച്ചോ? ഈ ക്വസ്റ്റ്യനില് ഏത് പോർഷൻ ആണ് കിട്ടാത്തത്? l പ്ലസ് m ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യാൻ അറിയില്ലേ? കേക്കണില്ലേ പറയണത്? ഞാൻ പറയണൊന്നും കേൾക്കണില്ലെന്ന് തോന്നോടെ. എടാ ഞാൻ പറയണ കേൾക്കണ്ട. a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോം യൂസ് ചെയ്ത് l പ്ലസ് m ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാൻ പറ്റും. അതാണ് ഫസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റെപ്പ് അല്ലെ? അതായത് l സ്ക്വയർ പ്ലസ് 2lm പ്ലസ് m സ്ക്വയർ എഴുതി. പക്ഷെ അത് കൂടാതെ അവിടെ ഒരു ടേം കൂടിയുണ്ട്, 4lm എന്ന് പറയുന്ന ഒരു ടേം കൂടിയുണ്ട് അല്ലെ? അപ്പൊ ഞാൻ അവിടെ എന്ത് എഴുതി? 2lm മൈനസ് 4lm എന്ന് എഴുതി. ഓക്കെ ആണോ? പിന്നെ 2lm 4lm നോക്കിക്കഴിഞ്ഞാൽ ഇവന്മാര് ലൈക്ക് ടേംസ് അല്ലേ? ഒരേ ടേംസ് അല്ലേ ഇവിടെ വന്നിരിക്കുന്നത്? ഫാക്ടേഴ്സ് അല്ലേ വന്നിരിക്കുന്നത്? ആണല്ലോ. അപ്പൊ അവരെ തമ്മിൽ ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം അല്ലെ? അപ്പോ അതേപോലെ 2lm 4lm മൈനസ് ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? മൈനസ് 2lm കിട്ടി. അതിവിടെ എഴുതി കഴിഞ്ഞപ്പോ നമ്മൾ വീണ്ടും ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിലേക്ക് കൊണ്ടുവരണം അല്ലെ? അപ്പൊ നമുക്ക് അത് നോക്കുമ്പോൾ മനസ്സിലാകും മൈനസ് ഉണ്ട്, 3 ടേംസ് ഉണ്ട്. അപ്പൊ ഏത് ഐഡന്റിറ്റി യൂസ് ചെയ്യാം? a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഐഡന്റിറ്റി യൂസ് ചെയ്യാം. സോ എയുടെ പൊസിഷനിൽ l ആണ്, ബിയുടെ പൊസിഷനിൽ m ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? l മൈനസ് m ദ ഹോൾ സ്ക്വയർ. ഓക്കെ, നെക്സ്റ്റ് 8th വൺ ചെയ്ത് കഴിഞ്ഞവരാണ്. പക്ഷെ ഞാനത് അല്ല ഇതെങ്ങനെ മനസ്സിലാവും ആരാദ്യം ചെയ്തെന്നുള്ളത്? പോട്ടെ, നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്റെ പ്രതീക്ഷകളൊക്കെ തെറ്റി. അപ്പൊ സാറേ ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്തോ. യെസ്, ഫസ്റ്റ് വന്ന ആരാണ്? അതിനാരെ കൂട്ട് അൺമ്യൂട്ട് ചെയ്തോടാ. യെസ് പറഞ്ഞ മോനെ. ആൻസർ പറഞ്ഞോ. a raised to 4 പ്ലസ് 2a സ്ക്വയർ ബി സ്ക്വയർ പ്ലസ് b raised to 4 ആണ് അല്ലെ? അപ്പോ ആദ്യം നമ്മൾ ഇതിനെയും നമ്മൾ നോക്കും അല്ലെ? a raised to 4 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? a സ്ക്വയറിന്റെ സ്ക്വയർ ചെയ്യണം. ശരിയല്ലേ? a സ്ക്വയറിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഏത് ഫോർമാറ്റ് ആയി? a raised to m all raised to n എന്ന് പറഞ്ഞാൽ a raised to m into n ഫോർമാറ്റ് അല്ലേ? എന്നാലല്ലേ നമുക്ക് a raised to 2 all raised to 2. അപ്പൊ a raised to 2 into 2 എന്ന് പറഞ്ഞാൽ a raised to 4 എഴുതാൻ പറ്റുള്ളൂ
ഇങ്ങനെ കിട്ടി എല്ലാവർക്കും? ഇങ്ങനെ കിട്ടി അല്ലേ? അപ്പോ എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ആണ് എ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ. അപ്പൊ ബി റേസ് ടു 4 നമുക്ക് എങ്ങനെ എഴുതാം? സാർ അടുത്തോളം മ്യൂട്ട് ചെയ്തോ. ദേവനന്ദ പറയണ ബി റേസ് ടു 4 നമുക്ക് അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാം? ബി റേസ് ടു 2 ഇൻറ്റു 2 അല്ല, ബി റേസ് ടു 2 ഓൾ റേസ് ടു 2 അല്ലെ? അതിന്റെ സ്ക്വയർ ആയിരിക്കും. ശരിയല്ലേ? ബി സ്ക്വയറിന്റെ സ്ക്വയർ ആയിരിക്കും ബി റേസ് ടു 4 എന്ന് പറഞ്ഞാല്. സെറ്റ് ആണല്ലോ. അപ്പൊ എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ബി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. നിങ്ങൾക്ക് ഒന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ മിഡിൽ ടേമിലേക്ക് നോക്ക്. മിഡിൽ ടേം 2 ഇൻറ്റു എ ഇൻറ്റു ബി എന്നുള്ള ഫോർമാറ്റിലല്ലേ വേണ്ടത് അല്ലേ? ഇവിടെ എയുടെ പൊസിഷനിൽ എ സ്ക്വയർ ആണ്, ബിയുടെ പൊസിഷനിൽ ബി സ്ക്വയർ ആണ്. അതായത് ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? വല്ലതൊക്കെ മനസ്സിലായാ? അതായത് എയുടെ പൊസിഷനിൽ ഇവിടെ എ സ്ക്വയർ ആണ്, ബിയുടെ പൊസിഷനിൽ ഇവിടെ ബി സ്ക്വയർ ആണ്. ശരിയല്ലേ? എയുടെ പൊസിഷനിൽ എ സ്ക്വയറും ബിയുടെ പൊസിഷനിൽ ബി സ്ക്വയറുമാണ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഐഡന്റിറ്റി ഏതാണ്? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. നിങ്ങൾക്ക് ഈ ഐഡന്റിറ്റി ഈ ക്വസ്റ്റ്യനുമായിട്ട് മിക്സ് ആയി പോകരുത് കേട്ടാ. എയുടെയും ബിയുടെയും ടേംസിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എ സ്ക്വയറിന്റെ ബി സ്ക്വയറിന്റെയും ഐഡന്റിറ്റി ആയിട്ട് മിക്സ് ചെയ്യരുത്. ഇവിടെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോർമാറ്റിൽ എഴുതാം. അതായത് ഇവിടെ തന്നിരിക്കുന്നതിൽ എ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ആണ്, ബി എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ ആണ്. സോ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഹോൾ സ്ക്വയർ എന്നാണ് ആൻസർ കിട്ടിയത്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഹോൾ സ്ക്വയർ കിട്ടിയാ? കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടാ? ഓക്കെ ആണോ? കാരണം ഇത് എഴുതുമ്പോ ചിലപ്പോ ഒരിത്തിരി കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോ ടേംസ് നിങ്ങൾ ഇതേപോലെ എഴുതി വെക്കുക അല്ലെ? എ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ആണ്, ബി എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ ആണ്. പിന്നെ നിങ്ങൾക്ക് കണ്ണടച്ച് എഴുതാം. എയുടെ പൊസിഷനിൽ എ സ്ക്വയർ എടുക്കാം, ബിയുടെ പൊസിഷനിൽ ബി സ്ക്വയർ എടുക്കാം. സോ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ സാധിക്കും. ക്ലിയർ അല്ലേ? കിട്ടിയാ? പയസ് ഡൗട്ട് ആണോ? യെസ്, ചോദിച്ചോ. മാഡം ഇതിങ്ങനെ കട്ട് ചെയ്ത് പോണല്ല, ഈ പറയുന്ന കാര്യത്തിന് എക്സ്പാൻഡ് ചെയ്താലാണ് ഈ പറയുന്ന ആൻസർ എ റേസ് ടു 4 പ്ലസ് 2a സ്ക്വയർ ബി സ്ക്വയർ പ്ലസ് ബി റേസ് ടു 4 എന്ന് കിട്ടുന്നത്. അത് കട്ട് ചെയ്ത് പോണല്ല, അതിന് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്. അതല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ചെയ്യുമ്പോഴാണ് ഈ ആൻസർ കിട്ടുന്നത്. അതുകൊണ്ടല്ല ഇതിന്റെ ഫാക്ടർ എന്ന് പറയാൻ പറ്റുക. അതായത് 2 ഇൻറ്റു 3 എന്ന് എഴുതിയാൽ 6 എന്ന് എഴുതാൻ പറ്റും നമുക്ക് അല്ലെ? 2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പൊ 2 ഇതിന്റെ ഫാക്ടർ ആണ്, 3 ഇതിന്റെ ഫാക്ടർ ആണ്. അതേ മീനിങ് തന്നെ ഇതിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് സ്പ്ലിറ്റ് ചെയ്യണം. സോ ആ സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയാണ് ഈ ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത്. അതല്ലാതെ അതിനെ കട്ട് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് ചെയ്യുന്നതല്ല കേട്ടാ. ഓക്കെ ആടാ? യെസ്, ഓക്കെ ആണ്. അപ്പോ ഇതാണ് നമ്മളിപ്പോ ഏകദേശം എന്താണ് എല്ലാ ക്വസ്റ്റ്യൻസിലും നമ്മൾ യൂസ് ചെയ്തത് എന്തായിരുന്നു? ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ടാണ് ചെയ്തത് അല്ലെ? ഐഡന്റിറ്റീസ് ദാറ്റ് ഈസ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറും എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറും എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ഈ ഐഡന്റിറ്റീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോ ചെയ്യാനായിട്ട് പഠിച്ചത്. ഓക്കെ, അപ്പൊ അതില് ഇപ്പൊ 2 ഐഡന്റിറ്റീസേ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തുള്ളൂ. അടുത്തത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് നോക്കിക്കോ, നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഏത് ഐഡന്റിറ്റി ആണ് അല്ലെ? ഞാൻ പറഞ്ഞു 3 ടേംസ് വരികയാണെങ്കിലാണ് നമുക്ക് ഏത് ഐഡന്റിറ്റി യൂസ് ചെയ്യേണ്ടത്? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഐഡന്റിറ്റിയോ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഐഡന്റിറ്റിയോ യൂസ് ചെയ്യേണ്ടുള്ളൂ. അതല്ല 2 ടേംസ് ആണെങ്കിൽ നമുക്ക് ഏത് ഐഡന്റിറ്റി യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? 2 ടേംസ് ആണ് വരുന്നതെങ്കിൽ ഏത് ഐഡന്റിറ്റി യൂസ് ചെയ്യാം? യെസ്, ആദിദേവ് MJ. മൊത്തത്തിലൊരു യെല്ലോയിഷ് ബാക്ക്ഗ്രൗണ്ട് ആണല്ലോടാ. വല്ല സ്റ്റേജിൽ ഇരുന്നാണോ നീ ക്ലാസ് അറ്റൻഡ് ചെയ്യണത്? അല്ല സാർ, എനിക്കൊന്ന് പ്രോപ്പറായിട്ട് എന്താണ് ലൈറ്റിന്റെ ആണോ അങ്ങനെ? എന്റെ കണ്ണടിച്ചു പോകും. ലൈറ്റിന്റെ ആണ്. ഓക്കെ, അല്ല നിനക്ക് തന്നെ നിന്റെ സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും അല്ലേ? ഒരു പ്രത്യേകതരം ലൈറ്റ്. അടിച്ചു പോയി സാർ എന്റെ കണ്ണ്. ഓക്കെ, അപ്പൊ പറഞ്ഞോ
ഇവിടെ നമുക്ക് ഏത് ഐഡന്റിറ്റി യൂസ് ചെയ്യാൻ പറ്റൂടാ? ഇപ്പൊ നമ്മൾ ചെയ്തത് ഏതൊക്കെ ഐഡന്റിറ്റീസ് വെച്ചിട്ടാണ്? ഏതൊക്കെ ഐഡന്റിറ്റീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്? ഇപ്പോ a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്താ? ബുക്കൊന്ന് കാണിച്ചേ. നീ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാ? എനിക്കൊരു സംശയം അല്ലേ? സംശയ നമ്മളപ്പോ തന്നെ തീർക്കണം. കുറച്ച് അടുത്ത് പിടിക്കടാ. എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. സാർ ഒന്ന് പിൻ ചെയ്യാവോ എനിക്ക്? ഒരു മിനിറ്റ് മക്കളെ, ബാക്കിയുള്ളവര് ചെയ്തോട്ടാ. നോക്കട്ടെ എന്താണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത്. ദൈവമേ, ഇതെങ്ങനെ വായിക്കോടാ? രാവിലെ വേണ്ട, നീ ഇത് 10 മിനിറ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവും ഇത്. എന്താണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്? ഒരു കാര്യം ചെയ്തോ, ഐഡന്റിറ്റി അറിയില്ലല്ലോ, ഇന്ന് എക്സാം കഴിഞ്ഞിട്ട് പഠിച്ച് കേൾപ്പിച്ചിട്ട് പോയാൽ മതി. സാർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടാ, അല്ലെങ്കിൽ എന്റെ അടുത്ത ക്ലാസ്സിൽ കയറണ്ട. അല്ലേ ആദിദേവേ? എക്സാമിന് ശേഷം ഐഡന്റിറ്റീസ് പഠിച്ചിട്ട് പോവാ, കുഴപ്പമില്ല. എനിക്ക് സൗണ്ട് പോയാലും ഞാനിവിടെ നിന്നോളാം, പ്രശ്നമില്ല ഏട്ടാ. ഇപ്പൊ വേഗം പഠിച്ചു തുടങ്ങി. ഇപ്പൊ പഠിച്ചു തുടങ്ങിയാ വേഗം പോയി ഫുഡ് അടിക്കുക, അല്ലെങ്കിൽ പയ്യെ പോയാ മതി. അല്ലേ? യെസ്, ഓക്കെ. അപ്പൊ മക്കളെ, നിങ്ങൾ ഐഡന്റിറ്റീസ് നന്നായിട്ട് പഠിച്ചോ. ഈ ചാപ്റ്ററിലും ആ ചാപ്റ്ററിലും ഒക്കെ ആവശ്യമുള്ളതാണ്. ഞാൻ പഠിക്കാനുള്ള സമയം തന്നിട്ടാണ് ഞാൻ ചോദിച്ചത്. അല്ലേ ആദിദേവേ? അല്ലേ? ഫസ്റ്റ് പഠിക്കാനുള്ള ടൈം തന്നിട്ട് ഒരെണ്ണം പോലും നീ പഠിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്ത് വേണം? ചെറിയൊരു പണി വേണം. അല്ലേ? ആ പണി എന്തായാലും കുറച്ച് സമയം ഇവിടെ ഇരിക്കുക എന്നുള്ളത് തന്നെ ആവട്ടെ. അപ്പൊ ഇതേ അടുത്ത് തന്നിരിക്കുന്ന 2 ടേംസ് ഉള്ളൊരു എക്സ്പ്രഷൻ ആണ് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ തന്നിരിക്കുന്നത്. അല്ലെ? അപ്പൊ 2 ടേംസ് തന്നാൽ നമുക്ക് മൈൻഡിലേക്ക് വരണം, 2 ടേംസ് ഉള്ളത് ഏതാ എക്സ്പ്രഷൻ ആണ്? a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അല്ലെ? a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള ഫോർമുലയിലേക്കാണ് നമുക്ക് എഴുതാൻ പറ്റുക. ശരിയല്ലേ? അതായത് ഇവിടെ a സ്ക്വയറിന്റെ പൊസിഷനിൽ 4p സ്ക്വയറും ബി സ്ക്വയറിന്റെ പൊസിഷനിൽ 9q സ്ക്വയറും അല്ലേടാ? അല്ലേ? അപ്പോ അങ്ങനെയാണെങ്കിൽ നമുക്ക് a എന്നുള്ളത് a സ്ക്വയർ 4p സ്ക്വയർ ആണ്. അറ്റ് ദ സെയിം ടൈം ബി സ്ക്വയർ 9q സ്ക്വയർ ആണ്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, a എന്തായിരിക്കും, b എന്തായിരിക്കും? യെസ് സാറേ, അടുത്ത ആള് ഇഷാനി. ഒന്ന് പറഞ്ഞു നോക്കിയടാ, a എത്രയായിരിക്കും, b എത്രയായിരിക്കും? a is equal to 4 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ആണ്, p സ്ക്വയർ എന്ന് പറഞ്ഞാൽ p സ്ക്വയർ ആണ്. മിടുക്കി. അപ്പൊ a എന്ന് പറഞ്ഞാൽ 2p ആയിരിക്കും. ശരിയല്ലേ? ഇനി b എന്ന് പറഞ്ഞാൽ b 9 ആരുടെ സ്ക്വയർ ആണ്? 3 സ്ക്വയർ ആണ്. q സ്ക്വയർ എന്ന് പറഞ്ഞാൽ q സ്ക്വയർ ആണ്. അപ്പൊ b is equal to 3q എന്നും കിട്ടി. ഓക്കെ ആണ്. അപ്പൊ നമുക്ക് ഈ പറയുന്ന ഐഡന്റിറ്റി യൂസ് ചെയ്യാലോ. ഏത് ഐഡന്റിറ്റി ആണ്? a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അല്ലെ? അതായത് നമുക്ക് തന്നിരിക്കുന്ന 4p സ്ക്വയർ മൈനസ് 9q സ്ക്വയറിന് ഏത് രീതിയിൽ എഴുതാൻ പറ്റും? നോക്കിക്കേ, എയുടെ പൊസിഷനിൽ അല്ലെ a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിൽ എഴുതാൻ പറ്റും. സോ എയുടെ പൊസിഷനിൽ ആരാ വരുന്നത്? 2p ആണ്. അപ്പൊ ഞാൻ ഇവിടെ എഴുതുവാണ്, എക്ക് പകരം അല്ലെ, എക്ക് പകരം 2p എന്ന് എഴുതുന്നു. പ്ലസ് ബിക്ക് പകരം 3q എന്ന് എഴുതുന്നു. അല്ലെ? എക്ക് പകരം 2pയും ബിക്ക് പകരം 3q ആണ്. അപ്പൊ ഇത് ഏതുവരെയായി? a പ്ലസ് ബി ആയി. a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ ചെയ്യേണ്ടത്? അപ്പോ ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എന്ത് വരും? 2p മൈനസ് 3q. 2p മൈനസ് 3q. ക്ലിയർ ആണോ പറഞ്ഞത്? കിട്ടിയ എല്ലാവർക്കും? ഓക്കെ ആണല്ലോ? അപ്പൊ ചെയ്യാൻ ഇത്രേ ഉള്ളൂ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ a എന്താന്ന് കണ്ടുപിടിക്കുക, b എന്താന്ന് കണ്ടുപിടിക്കുക, നമ്മുടെ ഇക്വേഷനിലേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ എയുടെ പൊസിഷനിൽ 2pയും ബിയുടെ പൊസിഷനിൽ 3qയും കൊടുക്കുന്നു. സിമ്പിൾ ആയിട്ട് ചെയ്യാലോ അല്ലെ? സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റൻ ആണ് അടുത്ത കിടക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് അടുത്ത ക്വസ്റ്റൻ കൊടുത്ത് ചെയ്ത് നോക്കാം. യെസ്, അപ്പൊ അടുത്ത ക്വസ്റ്റൻ ആരാ പറയുന്നത്?
ദിയക്കുട്ടി അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞു നോക്കിയടാ. 63a² മൈനസ് 112b². 63a² മൈനസ് 112b². Nine. 9. Seven. ആ മിടുക്കി, ഐഡിയ ഉണ്ട്. 63 എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ സ്ക്വയർ അല്ല നമുക്കറിയാം. പെർഫെക്റ്റ് സ്ക്വയർ ആണോ 63 എന്ന് പറഞ്ഞാല്? ആണോ? അല്ല അല്ലെ? 63 ഒന്നിന്റെ പെർഫെക്റ്റ് സ്ക്വയർ അല്ല. കാരണം 8ന്റെ സ്ക്വയർ ആണ് 64 നമുക്കറിയാം. അപ്പോ ഈ പറയുന്ന 63 ഒന്നിന്റെ പെർഫെക്റ്റ് സ്ക്വയർ അല്ല. പിന്നെ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന കാര്യം എന്താ? 63 എന്ന് പറഞ്ഞാല് 9 into 7 ഇങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന അല്ലെ? 9 into 7 എന്താണ്? 63 ആണ് അല്ലെ? അപ്പൊ 9 into 7 into a² എന്ന് എഴുതി. ശരിയാണോ? അപ്പൊ അടുത്തത് നിങ്ങൾ നോക്കണ്ട എന്താണെന്നറിയോ? ഇതേപോലെ തന്നെ 112ന ഈ 9 എന്ന് വെച്ചാൽ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ശരിയല്ലേ? 9 എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പൊ സ്ക്വയർ അല്ലാത്ത ആള് 7 അല്ലേ? അപ്പൊ അവിടെ സ്ക്വയർ അല്ലാത്ത ആൾ ആരാണോ അയാളെ വെച്ചൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പൊ 112ല് 7 പോകുമോ? 112ല് 7 പോകുമോ? പോകൂലേ? ഉറപ്പായിട്ടും പോകും അല്ലെ? 112നെ 7 വെച്ച് ഡിവൈഡ് ചെയ്താൽ എത്രയാണ് കിട്ടുന്നത്? എത്ര കിട്ടും? എന്താണ് ഒരു അനക്കൂലല്ല? 16 ആണോ കിട്ടുക? ആണോ? യെസ് 16 ആണ്. യെസ് ഓക്കെ 16 കിട്ടും. അപ്പൊ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? 7 into 16 into b² എന്ന് എഴുതാം. പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? പറഞ്ഞ കാര്യം ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ ഇവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റി? 7 into 16 into b. ഓക്കെ, അപ്പൊ 9 into 7 into a² മൈനസ് 7 into 16 into b². ഇത്രയും ഓക്കെ ആണല്ലോ. രണ്ടിലും 7 കോമൺ ആണ്. ശരിയല്ലേ? രണ്ടിലും 7 കോമൺ ആണ്. അപ്പൊ നമ്മൾ ബാക്കിയുള്ള ആളെ പറ്റി മാത്രം ചിന്തിച്ചാൽ പോരെ. രണ്ടിലും 7 കോമൺ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ 7 അങ്ങോട്ടേക്ക് ഔട്ട്സൈഡ് എടുത്തേക്കാം അല്ലെ? ഇതിനകത്തുള്ള 7 ഒന്ന് പുറത്തേക്ക് എടുക്കാം. 7 ഔട്ട്സൈഡ് എടുത്താൽ ബാക്കി ഇവിടെ ഒരു 9a² ഉണ്ടാകും. ഇവിടെ ബാക്കി ആരുണ്ടാവും? 16b² ഉണ്ടാകും. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യം. അപ്പൊ 7 ഔട്ട്സൈഡ് പോയി, ബാക്കി 9a² ഉണ്ട്, മൈനസ് 16b² ഉണ്ട്. ഇപ്പൊ നമുക്കിത് കണ്ടാൽ മനസ്സിലാവുമല്ലോ അല്ലെ? 9a² മൈനസ് 16b² എന്ന് പറഞ്ഞാൽ 9a² പൊസിഷൻ അല്ലെ? a² പൊസിഷനില് 9a² ആണ്, b² പൊസിഷനില് 16b² ആണ്. അതായത് ഇവിടെ ആരായിരിക്കും a, ആരായിരിക്കും b? ഒന്ന് പറഞ്ഞേ ഒരാള്. കെസിയ മോളെന്ന് പറഞ്ഞേടാ. a² ആരായിരിക്കും? b² ആരായിരിക്കും? യെസ് a² എന്ന് പറഞ്ഞാല് a is equal to 3a ആണ്. കാരണം 3യുടെ സ്ക്വയർ ആണ് 9, എയുടെ സ്ക്വയർ ആണ് a². അതേപോലെ 16b² എന്ന് പറഞ്ഞാലോ? യെസ് 4b. 16b² എന്ന് പറഞ്ഞാല് 4b the whole square. ഓക്കെ അല്ലേ? അപ്പൊ എയും ഉണ്ടായി, ബിയും കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് a² മൈനസ് b² ഫോർമാറ്റ് അല്ലേ? എങ്ങനെ എഴുതാം ഇതിന്? 7 into a plus b into a minus b എന്ന് എഴുതാം അല്ലെ? അതായത് എയുടെ പൊസിഷനിൽ 3a ആണ്. സോ 3a plus b. ബിയുടെ പൊസിഷനിൽ എന്താ? 4b ആണ് അല്ലെ? 4b ആണ്. അപ്പോ a plus b into a minus b, that is 3a minus 4b ആണ്. കിട്ടിയ എല്ലാവർക്കും ഇങ്ങനെ ആൻസർ? 7 into 3a plus 4b into 3a minus 4b. ഇത് ചെറിയൊരു വെറൈറ്റി ഉണ്ട് അല്ലെ? അതായത് നമുക്ക് മനസ്സിലാവണം ഈ പറയുന്ന 63ഉം 112 ഒന്നും പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ല അല്ലെ? അപ്പോ നമുക്ക് ഓട്ടോമാറ്റിക്കലി 63 എന്ന് പറഞ്ഞ ഒരു നമ്പർ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യം എന്താ? 9 into 7 ആണ് 63. അപ്പൊ നമ്മൾ അതിനെ ആ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തപ്പോ നമുക്കൊരു ഐഡിയ കിട്ടണം. 9 എന്ന് പറഞ്ഞൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് അല്ലെ?
അപ്പൊ അതേപോലെ തന്നെ അപ്പുറത്തും ഒരു പെർഫെക്റ്റ് സ്ക്വയർ വരുത്താൻ 9 into 7 അല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ 7 നമുക്ക് അവിടെ നിന്ന് ഗെറ്റ് ഔട്ട് അടിക്കണമല്ലോ അല്ലേ. അപ്പൊ ഉറപ്പായിട്ടും അടുത്ത ടേമിലും 7 ഉണ്ടെന്ന് ഉറപ്പ് വരുത്താം. അതിനാണ് ഞാൻ എന്ത് ചെയ്തത് 112നെ 7 വെച്ച് ഡിവൈഡ് ചെയ്തത്. അല്ലെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായാ ഒരിക്കലും ഇല്ല കേട്ടോ. അപ്പൊ ആ ഒരു ലോജിക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഇതിങ്ങനെ ചെയ്ത് ചെയ്ത് നിങ്ങൾക്ക് തന്നെ കിട്ടും. ഇതൊന്നും പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല, ബൈ ഹാർട്ട് അടിക്കേണ്ട ഒരാവശ്യമില്ല. ഇത് നിങ്ങൾ ചെയ്ത് ചെയ്ത് തനിയെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഈ ഒരു ആൻസറിലേക്കും ഈ ഒരു ലോജിക്കിലേക്കും നിങ്ങൾ എത്തും കേട്ടോ. പേടിക്കേണ്ട, ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, പക്ഷെ നന്നായി ചെയ്ത് പഠിക്കണം കേട്ടോ. ഫാക്ടറൈസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നന്നായി ചെയ്ത് പഠിക്കണം. കാരണം വലിയ ക്ലാസ്സിൽ ഇനി നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ആകുമ്പോഴേക്കും ഇതൊക്കെ ഇത്രയും സ്റ്റെപ്പ് ഒന്നുമില്ല, ഒറ്റയടിക്ക് അങ്ങോട്ട് എഴുതാൻ പറ്റണം. എന്നാലേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താലോ. ആദിദേവിയെ മറക്കരുത് കേട്ടോ, എക്സാം കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാൻ. ഞാൻ മറന്നാലും നീ മറക്കരുത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ഒരു ചെറിയൊരു എക്സാം ഒക്കെ എഴുതിയാലോ സാറേ? എന്താണ് അഭിപ്രായം? യെസ്, എഴുതാം. അപ്പൊ എല്ലാവരും വേഗം പാരന്റ്സിനെയൊക്കെ വിളിച്ചെടുത്തിരുത്താം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാ മക്കളും വേഗം പാരന്റ്സിനെ വിളിച്ചെടുത്തിരുത്തിക്കോ.